Good morning. Good morning, ma'am. Okay, good morning. ഇന്ന് ജോബ് സാറ് നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ജോബ് സാറ് ലീവാണ്. അതുകൊണ്ട് ഞാനായിരിക്കും കേട്ടോ ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടെ ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെ? കഴിച്ചു മാഡം. കഴിച്ചോ? ഓക്കെ. മഴയുണ്ടോ അവിടെ? ഭയങ്കര മഴ. അത് ശരി. ഇവിടെ നല്ല മഴയായിരുന്നു. 2-3 ദിവസത്തേക്ക് നല്ല മഴ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ന്യൂസിലാൻഡ്. ഇന്നലത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു മാഡം? നല്ലതായിരുന്നു, കുഴപ്പമില്ല. MTD ആയിരുന്നു, മോണ്ടിസോറി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. MT1 MT3 നല്ലതായിരുന്നു പ്രോഗ്രാം. ഇനി വ്യാഴാഴ്ച എന്താ പറയുന്നത്, H8ന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 8th ബാച്ചിന്റെ വ്യാഴാഴ്ച. ഓക്കെ ആണോ? ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു 18 പോയിന്റുകളോട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ വരെ വായിച്ചോ നിങ്ങള്? ഓക്കെ ആണോ അത്രയും ഭാഗങ്ങള്? ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു 18 പോയിന്റ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, വായിച്ചു നോക്കി. ക്ലിയർ അല്ലേ എത്രയും ഭാഗങ്ങള്? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മളൊരു NABH അക്രഡിറ്റേഷൻ ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു 10 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു മാനുവൽ ആണ് അല്ലെ. മാനുവൽ 3 മാനുവൽസുകൾ ഏതൊക്കെയായിരുന്നു? 3 മാനുവലുകൾ. ഒന്ന് ക്വാളിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് 3ഉമായിട്ടും ബന്ധപ്പെട്ട മാനുവലുകൾ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അത് എവരി ഇയർ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിവൈസ് ചെയ്തിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ ആദ്യത്തെ ഒരു റിക്വയർമെന്റ് പറഞ്ഞത്? മാനുവൽ അല്ലെ. എന്തിനെ സംബന്ധിക്കുന്ന മാനുവൽ ആയിരുന്നു? ക്വാളിറ്റി, സേഫ്റ്റി, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. ഈ പറയുന്ന 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാനുവലുകൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. അത് എല്ലാ വർഷവും എന്ത് ചെയ്തിരിക്കണം? റിവൈസ് ചെയ്തിരിക്കണം. അതൊന്നാമത്തെ റിക്വയർമെന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് കമ്മിറ്റിയാണ്. പ്രധാനമായിട്ടും 8 കമ്മിറ്റികളാണ് വേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ. പിന്നെ മൂന്നാമത് പറഞ്ഞൊരു റിക്വയർമെന്റ് ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ KPI എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങൾ അല്ലെ. അതാണ് എന്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് 32 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. 18 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പൊ അടുത്ത ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലയിൻസ്. അതായത് സമാനമായിട്ടുള്ള പരാതികളുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വന്നവരുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു പേഷ്യന്റിന് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എവിടേക്ക് അവരെ കൊണ്ടുവരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, കാഷ്വാലിറ്റിയിലോട്ടാണ് നമ്മൾ അവരെ കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ അവർക്ക് നമ്മളൊരു ഇനീഷ്യൽ ട്രീറ്റ്മെന്റും മറ്റുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ജസ്റ്റ് ഒന്ന് അവർക്ക് വേണ്ട മെഡിസിൻസും കാര്യങ്ങളും കൊടുത്ത് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുക എന്ന് വിചാരിക്കാം. പക്ഷേ 72 മണിക്കൂറുകൾക്കുള്ളിൽ ഇതേ പ്രശ്നങ്ങളായിട്ട്, ഇതേ സെയിം കംപ്ലയിൻസ് ആയിട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുള്ള, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലയിൻസ്. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ് catheter related
യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ നിരക്ക്. നമുക്കറിയാം, നിങ്ങൾ നോസോകോമിയൽ അല്ലെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പഠിച്ച ആൾക്കാരാണ്, അറിയാം അല്ലെ. ഈ പറയുന്ന കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. നമുക്കറിയാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കത്തീറ്റർ ഘടിപ്പിക്കേണ്ടതായിട്ട് വരും. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഈ പറയുന്ന യൂറിനറി ട്രാക്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന കത്തീറ്റേഴ്സ് ആണ്. ഈ കത്തീറ്ററുകൾ ബീങ് കണ്ടാമിനേറ്റഡ്, അതായത് കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവുകയും അതിലൂടെ ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ് പോലെയുള്ള എന്താണ് പാത്തോജൻസ് ശരീരത്തിനകത്ത് പ്രവേശിക്കുകയും പിന്നീട് അത് ഭയങ്കര ഒരു ഇൻഫെക്ഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്, കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ നിരക്ക്. ഓക്കെ, അത് ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. അതുപോലെ തന്നെ വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ന്യൂമോണിയയുടെ നിരക്ക് അല്ലെ. ഇപ്പൊ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ ഒരു ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ. അപ്പൊ നമ്മളത് മെയിൻ ആയിട്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് എന്താണ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്ററിൽ നമ്മൾ ഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂമോണിയ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും അല്ല, ചില കേസുകളിൽ. അപ്പം വെന്റിലേറ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂമോണിയയുടെ നിരക്ക് കേട്ടോ, ന്യൂമോണിയ റേറ്റ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ഇതാണ്, സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. അടുത്തത് എന്താണ് ഇൻഡിക്കേറ്റർ? സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തീറ്റർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കത്തീറ്റർ പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ, നമ്മുടെ ലാർജ് വെയിനിൽ പ്ലേസ് ചെയ്യുന്ന കത്തീറ്റർ. ദാറ്റ് മീൻസ് അത് ഇൻ ദ നെക്ക് ആവാം, നമ്മുടെ കഴുത്തിലുള്ള വെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ആം അല്ലെ കൈകളുടെ ഭാഗത്തോ ഉണ്ടാവുന്ന ലാർജ് വെയിനിൽ പ്ലേസ് ചെയ്യുന്ന കത്തീറ്റർ. അതിന് തന്നെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അറിയാലോ, സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ കത്തീറ്റർ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ ആണ് കേട്ടോ. യൂഷ്വലി ഇൻ ദ നെക്കിലാവാം, ചെസ്റ്റിലായിരിക്കാം, ആമിലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന രക്തത്തിലെ അണുബാധകളുടെ നിരക്ക്. ഇതും എന്ത് തന്നെയാണ്? ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ പോലെയാണ് അല്ലെ. ഓക്കെ, പ്രത്യേകിച്ച് ഇത്തരം എന്താണ് കത്തീറ്ററുകൾ വഴിയായിട്ട് ഈ പറയുന്ന നമ്മുടെ ശരീരത്തിനകത്തേക്ക് അണുബാധ കയറാനും അല്ലെ, ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും പിന്നീട് അത് രക്തത്തിൽ കലർന്ന് എന്താവും, രക്തത്തിൽ അണുബാധയായിട്ടൊക്കെ മാറും അല്ലെ. അതൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അകത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ആ രീതിയിൽ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷന്റെ നിരക്കാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കേട്ടോ. ഈ കംപ്ലൈൻസിന്റെ അർത്ഥം പാലിക്കുക എന്നാണ് കേട്ടോ. ഈ കംപ്ലൈൻസിന്റെ അർത്ഥം പാലിക്കുക എന്നാണ്. അപ്പൊ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്ന് പറഞ്ഞാല് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്ക്. ഓക്കെ, കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്ക് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊരു പേഷ്യൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായാലും അതിനുശേഷമായാലും എവിടെ നമ്മൾ ഹാൻഡ് ഹൈജീൻ പാലിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ നോസോകോമിയയിലെ തന്നെ പ്രിവെന്റീവ് മെഷേഴ്സിനകത്ത് പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ. ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രിവെന്റീവ് മെഷറാണ്. അപ്പൊ കൃത്യമായിട്ട് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഓക്കെ, അടുത്തത് ഇതാണ് നെക്സ്റ്റ് പോയിന്റ്, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. അതാണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. അതായത് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനം. ഓക്കെ, എന്താണ് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനം? ഇപ്പൊ നമ്മൾ സാധാരണ സർജറി എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള സർജറികളായിരിക്കും. അപ്പൊ എന്തെങ്കിലും കാരണവശാല് ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ അത് വൈകാണ്. എന്തെങ്കിലും ഒരു അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് എന്തെങ്കിലും എമർജൻസി വന്നു, അപ്പൊ നമുക്ക് ആ പറഞ്ഞ ടൈമിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സർജറി നടത്താനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ നമുക്ക് എന്തെങ്കിലുമായിട്ട് വരും, ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പേഷ്യന്റിന്റെ എന്തെങ്കിലും ഒരു എമർജൻസി കാരണം കൊണ്ട് നമുക്ക് ഒരുപക്ഷെ സർജറി മാറ്റിവെക്കേണ്ടതായിട്ടൊക്കെ വരാം. അത്തരത്തില് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ക്ലിയർ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ടേൺ
അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. എന്താണ് ടേൺ അറൗണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. എന്താണ് ടേൺ അറൗണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാല് റിക്വസ്റ്റ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് ആണ് കേട്ടോ. അതായത് നമ്മളൊരു ഇവിടെ ഉദ്ദേശിക്കുന്ന ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. ഒരു പ്രോസസ് പൂർത്തിയാക്കാനായിട്ട് എടുക്കുന്ന ഒരു സമയം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ടേൺ അറൗണ്ട് ടൈം. ഇവിടെ പറയുന്നത് എന്താണ്? അത് തന്നെ മെഡിക്കൽ പ്രോസസ്സ്, നമ്മളൊരു ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പൂർത്തിയാക്കാനായിട്ട് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ടേൺ അറൗണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അപ്പൊ ഈ ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അതായത് നമ്മളൊരു ബ്ലഡ് ബാങ്കിനകത്തേക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലഡ് കമ്പോണന്റിനായിട്ട് ഒരു റിക്വസിഷൻ വരുന്ന ടൈം തൊട്ട്, ഒരു റിക്വസിഷൻ വരുന്ന ടൈം തൊട്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ബ്ലഡ് കമ്പോണന്റ് കൊടുക്കുകയാണോ ചെയ്യുക? അല്ല, ഒരുപാട് പ്രോസസ് ഉണ്ട് അല്ലെ. നിങ്ങൾ ബ്ലഡ് ബാങ്കിനകത്ത് പഠിച്ചതാണ് അല്ലെ. അതിനകത്ത് നമുക്ക് പല ടെസ്റ്റുകൾ നടത്തണം, കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ നടക്കണം, ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ നടത്തണം, അതുപോലെ തന്നെ എന്താണ് RH ടൈപ്പിംഗ് ടെസ്റ്റുകൾ നടത്തണം, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ നടത്തണം. ഇതെല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്തതിന് മാത്രം അതിനുശേഷം മാത്രമേ എന്താണ് അത് റെഡി ഫോർ ദ ട്രാൻസ്ഫ്യൂഷന് നമുക്ക് വിടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ബ്ലഡ് കമ്പോണൻസിന്റെ റിക്വസിഷൻ ബ്ലഡ് ബാങ്കിൽ വരുന്ന ഒരു സമയം തൊട്ട് ഈ പറയുന്ന ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ബ്ലഡ് കമ്പോണന്റ് ട്രാൻസ്ഫ്യൂഷന് റെഡി ആകുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് ഇവിടെ ടേൺ അറൗണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു റിക്വസിഷൻ വരുന്ന ഒരു ടൈം തൊട്ട് ആ ഒരു പെർട്ടിക്കുലർ ബ്ലഡ് കമ്പോണന്റിന്റെ ആ ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ദാറ്റ് ഈസ് റെഡി ഫോർ ദ ട്രാൻസ്ഫ്യൂഷൻ റെഡി ആകുന്നത് വരെയുള്ള ഒരു സമയം, അവിടെയാണ് ആ ഒരു പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. ദാറ്റ് ടൈം ഈസ് നോൺ ആസ് എ ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടേൺ അറൗണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന പോയിന്റ് നോക്കിയേ, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. എന്താണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ് കേട്ടോ. ICUവിലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റിന്റെ അനുപാതം, റേഷ്യോ. ICU നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ നിങ്ങൾ പഠിച്ചതാണ്. എത്രയാണ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ സൗമ്യ. 1:2 അല്ലെങ്കിൽ 1:1, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. 1:1 or 1:2, ദാറ്റ് മീൻസ് 1 nurse is serving for the നിങ്ങൾ പറഞ്ഞ 1:2 കറക്റ്റ് ആണ്. 1 nurse is serving for the 2 patients അല്ലെ. 2 പേഷ്യൻസിന് സെർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ് എന്നുള്ള രീതിയിലാണ് ICUല്. വാർഡുകളിലൊക്കെ ആകുമ്പോൾ പൊതുവെ ഒരു 1:5 or 1:6 ആ റേഞ്ചിലൊക്കെയാണ് പൊതുവെ വരിക കേട്ടോ. ദാറ്റ് മീൻസ് 1 nurse is serving for the 6 patients ആണ് കേട്ടോ. 6 പേഷ്യൻസ് അല്ലെങ്കിൽ 5 പേഷ്യൻസിനായിട്ട് ഒരു നഴ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ പറയുന്ന ICUലെയും വാർഡുകളിലെയും നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ അതും മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് എടുക്കുന്ന കാത്തിരിപ്പ് സമയം അല്ലെങ്കിൽ അതിന്റെ ഒരു വെയിറ്റിംഗ് ടൈം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കൺസൾട്ടേഷൻ എടുക്കുന്ന കാത്തിരിപ്പ് സമയം എന്ന് പറഞ്ഞാല് ആ ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയം തൊട്ട് എത്തിക്കഴിഞ്ഞ് അവിടെ തൊട്ട് ഈ ഒരു ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ കയറി കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന വെയിറ്റിംഗ് ടൈം കേട്ടോ. മനസ്സിലായോ? അതായത് ഈ ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യും അല്ലെ, വൈറ്റൽസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഡോക്ടറുടെ റൂമിൽ കയറുന്നു. ആ ഒരു ഡോക്ടർ കൺസൾട്ടേഷന് ആരംഭിക്കുന്ന സമയം എപ്പോഴാണോ ആ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെയുള്ള ഒരു സമയമാണ് വെയിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എന്തെല്ലാം കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ല കേട്ടോ. അതായത് പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു, ഡോക്ടറുടെ റൂമിൽ കയറുന്നു, ആ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയം, അതാണ് അവിടുത്തെ വെയിറ്റിംഗ് ടൈം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ.
അടുത്ത എന്താണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ്. ഏതൊക്കെയാണ് നമുക്ക് ഡയഗ്നോസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലബോറട്ടറി, റേഡിയോളജി അല്ലെ മെയിൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇതുപോലെ ഒന്നില്ലെങ്കിൽ ലാബ് ആവാം, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആവാം. അങ്ങനെ ഒരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെസ്റ്റിനായിട്ടുള്ള റിക്വസിഷൻ കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു ഡയഗ്നോസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയം, അതാണ് എന്ത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ലാബ് ആവാം, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആവാം, അവിടേക്ക് ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ കൊടുക്കുന്ന സമയം തൊട്ട്, ആ ഒരു റിസീപ്റ്റ് കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു ഡയഗ്നോസ്റ്റിക്സ് അവരുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ടൈം, ദാറ്റ് ഈസ് കോൾഡ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ക്ലിയർ ആയിട്ട് കേട്ടോ. അടുത്തത് നോക്കിയേ, സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. അതായത് ഇപ്പൊ എമർജൻസി മരുന്നുകളായിട്ട് നമ്മൾ എമർജൻസി മരുന്നുകളുടെ സ്റ്റോക്ക് ഔട്ട് നിരക്കാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം മെയിൻ ആയിട്ട് മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിലൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ, എമർജൻസി മരുന്നുകളുടെ ഒക്കെ എന്താണ് സ്റ്റോക്ക് ഔട്ട് ആവും അല്ലെ, കിട്ടാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഉപയോഗത്തിനായിട്ട് എമർജൻസി മരുന്നുകളായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ടല്ലോ, അത്തരം മെഡിസിൻസുകളുടെ സ്റ്റോക്ക് ഔട്ട് റേറ്റ്, ദാറ്റ് മീൻസ് അത് സ്റ്റോക്ക് തീർന്നു പോകുന്നതിന്റെ അല്ലെങ്കിൽ എന്താണ് ലഭ്യമല്ലാതിരിക്കുന്നതിന്റെ നിരക്ക് കേട്ടോ. നോർമൽ ഡ്രഗ്സുകളല്ല, എമർജൻസി ഡ്രഗ്സുകളുടെ എമർജൻസി മെഡിസിൻസുകളുടെ സ്റ്റോക്ക് ഔട്ട് റേറ്റ്, ഓക്കെ, ലഭ്യമല്ലാതിരിക്കുന്ന ആ ഒരു നിരക്ക് അല്ലെങ്കിൽ തീർന്നു പോകുന്ന ആ ഒരു നിരക്ക് കേട്ടോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കൂ, പേഷ്യന്റ് ഫാൾ റേറ്റ് ആണ് കേട്ടോ. ഇതാണ് പേഷ്യന്റ് ഫാൾ റേറ്റ്, അതായത് വീണു പോകുന്ന പേഷ്യൻസിന്റെ നിരക്ക്. നിങ്ങൾക്ക് ഒരു പക്ഷെ പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കാം, ഇനി ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന കുറവാണോ ഇവിടെ ഫാൾ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് വീണു പോകുന്ന, വീഴ്ച സംഭവിക്കുന്ന പേഷ്യൻസിന്റെ നിരക്കാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് കേൾക്കുമ്പോൾ ആശുപത്രിയിൽ വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഫാൾ ആണോ എന്നൊരു തോന്നൽ വരും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് വീണു പോകുന്ന, വീഴ്ച സംഭവിക്കുന്ന പേഷ്യൻസുകളുടെ നിരക്കാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റ്, അവര് ചിലപ്പോൾ ബെഡിൽ നിന്ന് വീഴ, അല്ലെങ്കിൽ സ്റ്റെയറിൽ നിന്ന് വീഴ, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അല്ലെങ്കിൽ ഇപ്പൊ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് അവര് ചിലപ്പോൾ ബാത്റൂമിൽ പോയി ഇപ്പൊ സ്ലിപ്പറി ഫ്ലോർ കാരണം കൊണ്ട് ചിലപ്പോൾ അവിടെ തെന്നി വീഴാണ്, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയാണ്, മരണപ്പെടുകയാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ബെഡിൽ നിന്ന് വീഴ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, പേഷ്യന്റ് ഫാൾ റേറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഇൻഡിക്കേറ്റർ അല്ല അല്ലെ. ഒരു പക്ഷേ എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ ഒരു ഫിസിക്കൽ ഫെസിലിറ്റിയിൽ വരുന്ന ഒരു എന്താ പറയാ മോശം അവസ്ഥ കൊണ്ടായിരിക്കാം, സ്ലിപ്പറി ഫ്ലോർ ആയി അല്ലെ. അപ്പൊ അത് വേണ്ട വിധം അത് കെയർ ചെയ്യാത്തത് കൊണ്ട് സ്ലിപ്പറി ഫ്ലോർ ആയതിന്റെ പേരിൽ രോഗിക്ക് വീഴ്ച സംഭവിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവര് പ്രവേശിക്കുന്ന സ്ഥലത്ത് പ്രോപ്പർ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് രോഗി വീഴ്ച സംഭവിച്ചേക്കാം, അങ്ങനെയൊക്കെ വരാലോ. അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഹോസ്പിറ്റലിന്റെ ഫിസിക്കൽ ഫെസിലിറ്റികളിലൊക്കെ വരുന്ന ചില എന്താ പറയാ അഭാവങ്ങൾ കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞ് വീണു പോകുന്ന പേഷ്യൻസിന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നോക്കി, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇൻജുറീസ്. അതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇൻജുറീസ്. നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന മുറിവുകള്, അത്തരം സംഭവങ്ങളുടെയൊക്കെ ഒരു ശതമാനം, എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ അഡ്മിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് അത് തന്നെ സൂചി കൊണ്ടുള്ള ഇഞ്ചുറി, IV കാനുലും മറ്റുമൊക്കെ ഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെ സംഭവിക്കാലോ, അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസുകളുടെ എണ്ണമാണ് കേട്ടോ. പിന്നെന്താ പറയുന്നത്, സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് സെപ്പറേറ്റ് ഫോർ ദ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് കേട്ടോ. ഡോക്ടേഴ്സിനും നഴ്സസിനും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, രോഗികളുടെ വിവരങ്ങൾ അവിടെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം അല്ലെ. കണ്ടിട്ടുണ്ടല്ലോ നിങ്ങള്, നമ്മൾ ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന നഴ്സ് അവരുടെ ഡേ ടൈം ഡ്യൂട്ടി കഴിഞ്ഞാൽ അവര് അടുത്ത ഷിഫ്റ്റ് പുതിയ നഴ്സ് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഓരോ പേഷ്യൻസിന്റെ വിവരങ്ങൾ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുക. കണ്ടിട്ടില്ലേ നിങ്ങള്, മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതായത് അവർ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യാണ് അല്ലെ. ആ രീതിയിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളതിന്റെ നിരക്ക് അല്ലെങ്കിൽ ഹാൻഡ് ഓവറിന്റെ ആ ഒരു എണ്ണമാണ് അവിടെ ഉദ്ദേശിച്ചത്. ഡോക്ടേഴ്സിനും നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട് കേട്ടോ. ഓക്കെ, ഏറ്റവും ഒടുവിലത്തെ നോക്കിയ 32ാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിലാണ് കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്.
കംപ്ലൈൻസിന്റെ മീനിങ് ഞാൻ പറഞ്ഞു, പാലിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. എന്താണ് കംപ്ലൈൻസ് റിലേറ്റഡ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അതങ്ങനെ ഒരു റൂൾ ഉണ്ട്. നമ്മളിപ്പോ മെഡിസിൻസിന്റെ പേരും മറ്റൊക്കെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. അപ്പൊ അത്തരത്തില് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ ഒക്കെ നിരക്ക്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. 32 ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഫോർമുല നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഈ 32 എണ്ണത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത്രയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. ഇതോടുകൂടി ശരിക്കും ഈ ചാപ്റ്ററിന്റെ കണ്ടന്റുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തന്നെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സോർട്ട് ചെയ്ത് പഠിക്കും. അത്രയേ ഉള്ളൂ. 1-2 പോയിന്റുകൾ മാത്രം, ഈ പറയാത്ത 1-2 പോയിന്റുകൾ മാത്രം ജസ്റ്റ് 1-2 സ്ഥലത്ത് വരുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇതേ സംഭവം തന്നെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് തിരിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അവിടെ കഴിഞ്ഞത് 3ാമത്തെ റിക്വയർമെന്റ് ആയിരുന്നു കേട്ടോ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ റിക്വയർമെന്റ് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അത് 10 പോയിന്റുകൾ ഉണ്ട്. അതിൽ 3ാമത്തെ പോയിന്റ് ആയിരുന്നു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതിനകത്ത് 32 പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത് വേണ്ട റിക്വയർമെന്റ് എന്താണെന്ന് അറിയാമോ? നോക്കാം, സൈനേജ് ആണ് കേട്ടോ. സൈനേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ബ്രാക്കറ്റിൽ ബൈലിംഗ്വൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന രോഗികളുടെ അവരുടെ അവകാശങ്ങള് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങള് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഒരു ഹോസ്പിറ്റലിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഒരു പേഷ്യന്റിന്റെ അവകാശങ്ങള് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് ബൈലിംഗ്വൽ എന്ന് പറയുന്ന ഏതെങ്കിലും കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഹോസ്പിറ്റലിനകത്ത് എക്സിബിറ്റ് ചെയ്തിരിക്കണം. അതൊരു റിക്വയർമെന്റ് ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? 5ാമത്തെ പോയിന്റ്, 5ാമത്തെ റിക്വയർമെന്റ് എന്താണ്? സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡാണ് കേട്ടോ. എന്താണ്? സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. സ്റ്റാഫുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിശീലനങ്ങളുടെ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. അല്ലെ, നമ്മൾ സർവീസ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കൂല്ലേ? അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡുകൾ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പിന്നെ 6ാമത്തെയാണ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ നടത്തിയിട്ടുണ്ടോ എന്നും ഉറപ്പാക്കണം. അതിന്റെ റെക്കോർഡുകൾ അവിടെ ഉണ്ടായിരിക്കണം. കാര്യം ഇവർ ഒരുപാട് പേഷ്യൻസുമായിട്ട് ഇടപെടുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഇവര് തീർച്ചയായിട്ടും എന്താണ് പ്രതിരോധ നടപടികൾ ഇവിടുത്തെ സ്റ്റാഫുകളും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷനും ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇൻഡിക്കേറ്റർ അല്ല, ഒരു റിക്വയർമെന്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ലീഗൽ റിക്വയർമെന്റ്സ് ആണ് കേട്ടോ. അത് നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്തിരിക്കണം അല്ലെ. കാര്യം എന്താണ്? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ആയിക്കോട്ടെ, അതിന്റെ നമ്മൾ എത്തിക്സ് ലീഗൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞപ്പോ പഠിച്ചതാണ് അല്ലെ. ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് പാലിക്കേണ്ട ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുകൂടാതെ ഒരു ഹോസ്പിറ്റലിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റുകൾ, അങ്ങനെ എല്ലാതുമായിട്ടും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതായ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ ലീഗൽ റെഗുലേഷൻസ് ആണ്. അത്തരം റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഹോസ്പിറ്റലിന് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, ദാറ്റ് മീൻസ് ലീഗൽ റിക്വയർമെന്റ്സും അവിടെ എന്തായിരിക്കണം? അത് അവിടെ പാലിച്ചിരിക്കണം, ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് 8ാമത്തെ റിക്വയർമെന്റ് ആയിട്ട് അവർ പറഞ്ഞത് ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് once in 6 months. once in 6 months എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് 6 മാസത്തിൽ ഒരിക്കൽ നടത്തിയിരിക്കണം. എത്ര പ്രാവശ്യമാണ്? once in 6 months കേട്ടോ. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു വൈഡ് ഓഡിറ്റിംഗ് എവിടെ നടന്നിരിക്കണം? ഹോസ്പിറ്റലിനകത്ത് നടന്നിരിക്കണം.
ഓക്കെ, ഇതൊക്കെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സുകളാണ് കേട്ടോ. അടുത്തത് എന്താണ്? 9ാമത്തെ 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. അതാണ് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. അതായത് ഒരു വർഷത്തില് കുറഞ്ഞത് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിനകത്ത് നടപ്പിലാക്കിയിരിക്കണം. ഓക്കെ, ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമുകളെങ്കിലും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം അല്ലെ. ഓക്കെ, 10ാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് അല്ലെ. ഇൻസിഡന്റ് തന്നെ പറയുമ്പോൾ നമുക്ക് അറിയാലോ, ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് നടക്കുന്ന ചില പ്രതികൂല സംഭവങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ് അല്ലെ. അതായത് കൃത്യമായിട്ടുള്ള ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് നടന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുണ്ടാവുന്ന ചില പ്രതികൂല സംഭവങ്ങൾ അത് എന്തോ ആയിക്കൊള്ളട്ടെ, അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ റിവ്യൂ ചെയ്യുക. ഇനി അത്തരം ഇൻസിഡൻസുകളെ ഇനി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ഷൻസ് ആയി എടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. കൃത്യമായിട്ടുള്ള ഇൻസിഡന്റ് എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. കൃത്യമായിട്ട് ആ ഒരു ഇൻസിഡന്റിനെ പറ്റി റിവ്യൂ ചെയ്ത് അതിനായിട്ട് എന്ത് പ്രിവെന്റീവ് ആക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്, ഇത്രയും അടങ്ങുന്നതാണ് ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത്യാവശ്യമുണ്ട് കേട്ടോ. ഇനി നോക്കൂ, ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് എ നിയർ മിസ്, സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്. അതായത് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? ഒരു നിയർ മിസ് പ്രോബ്ലം ആയിരിക്കാം. നിയർ മിസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അപകടം, പക്ഷെ ഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല അല്ലെ. അങ്ങനെയുള്ള നിയർ മിസ് ഒക്കെ ആവാം. സെന്റിനൽ ഇവന്റ്, സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അഡ്വേഴ്സ് ഇവന്റ് എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ, പ്രതികൂല സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെയാണ് അവിടെ ഇൻസിഡന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്. ക്ലിയർ ആയോ? അപ്പൊ 10 പോയിന്റുകൾ പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ മാനുവൽ ഉണ്ടായിരിക്കണം. ഇതിനെ സംബന്ധിക്കുന്ന 3 മാനുവലുകളാണ്: ക്വാളിറ്റി, സേഫ്റ്റി, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട മാനുവൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം. അത് എല്ലാ വർഷവും റിവൈസ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കമ്മിറ്റി, 8ഓളം കമ്മിറ്റികൾ നമ്മൾ പറഞ്ഞു. ആ 8 കമ്മിറ്റികൾ നിർബന്ധമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. 32 നമ്മൾ അതിൽ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു ബൈലിംഗൽ ലാംഗ്വേജ്, അതായത് 2 ഭാഷകളിലെങ്കിലും ഒരു ഹോസ്പിറ്റലിനകത്ത് എക്സിബിറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡ്, സ്റ്റാഫുകളുടെ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ്, കൃത്യമായിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് അവിടെ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ഹോസ്പിറ്റലിന്റെ ഒരു ഓഡിറ്റിംഗ് ഒരു 1 in 6 months 6 മാസത്തിൽ ഒരിക്കലും നടത്തിയിരിക്കണം. അതുപോലെ ഒരു വർഷത്തിൽ കുറഞ്ഞത് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിരിക്കണം. കൃത്യമായിട്ടുള്ള ഇൻസിഡന്റ് റിപ്പോർട്ടുകളുടെ മാനേജ്മെന്റ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഇത്രയാണ് NABH അക്രഡിറ്റേഷൻ ആയിട്ടുള്ള എന്താ പറയുക റിക്വയർമെന്റ്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിച്ച ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് സോർട്ട് ചെയ്ത് പഠിക്കുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ പുതിയതായിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 32 പോയിന്റ് സെയിം പോയിന്റ്, 1 or 2 മാത്രം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ അവിടെ നോട്ട് ചെയ്താൽ മതി കേട്ടോ. വായിക്കാം നമുക്ക്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. തുടക്കമേ പറഞ്ഞു, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. പഠിച്ചു വെക്കണം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ആൾസോ കോൾഡ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഇനി ക്വാളിറ്റി ഇൻഡിക്കേറ്ററിലെ ക്വാളിറ്റി എന്താണ്, ഇൻഡിക്കേറ്റർ എന്താണെന്നാണ് അടുത്തത് അവരോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്വാളിറ്റി refers to the degree of adherence to the pre-established criteria of standards. അത് ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചതാണ്. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? അതായത് ഒരു രോഗിക്ക് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സർവീസ് ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിച്ചുകൊണ്ടാണ് ആ ഒരു സേവനം അല്ലെങ്കിൽ പ്രോഡക്റ്റ് അവർക്ക് ലഭ്യമാക്കുന്നത് എന്നതിന്റെ അളവ്, എന്നതിന്റെ വ്യാപ്തി, അതാണ് എന്ത്? ക്വാളിറ്റി എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അവരുടെ റിക്വയർമെന്റ്സിനെ എത്രത്തോളം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതും പ്രത്യേകിച്ച് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ അത് ആളുകളുടെ റിക്വയർമെന്റ്സിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പൂർത്തിയാക്കുന്നുണ്ട് എന്നതിന്റെ ഡിഗ്രി, ദാറ്റ് മീൻസ് വ്യാപ്തി, അതാണ് എന്ത് ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ക്വാളിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു ദ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഇൻഡിക്കേറ്റർ? എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇതാണ് ഇൻഡിക്കേറ്റർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു നിർദ്ദിഷ്ട സമയത്തില് ഒരു ഓർഗനൈസേഷന്റെ പ്രകടനം, അവിടെ നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ ഒരു പ്രോസസ് ആയിക്കോട്ടെ അതിന്റെ ആ ഒരു പെർഫോമൻസിന്റെ ഒരു അളവുകോലാണ് ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെ, മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, പഠിക്കാനുള്ള പോയിന്റ് എന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ ആൾസോ കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ക്വാളിറ്റി എന്താണ്, അതുപോലെ ഇൻഡിക്കേറ്റർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD, ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ഇനി നമ്മൾ ഈ പറഞ്ഞ കീ പെർഫോമൻസ് അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അതും നമ്മൾ ഓരോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ KPD എന്നാണ് കൊടുത്തിരിക്കുന്നത്. കീ പെർഫോമൻസ് ഡ്രൈവ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കീ പെർഫോമൻസ് ഡ്രൈവ്സ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ഇന്റേണൽ ആയിട്ടുള്ളൊരു ശരിക്കും ഒരു മോട്ടീവ് പോലെയാണ്, അല്ലെ. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവര് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെടുക്കേണ്ടി വരുന്ന ഒരു എഫർട്ട് ഉണ്ടല്ലോ. അതൊരു ഇന്റേണൽ ഡ്രൈവും കൂടിയാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയുക എഫർട്ടാണ്, അല്ലെ. അതാണ് അവിടെ കീ പെർഫോമൻസ് ഡ്രൈവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഡ്രൈവ്സുകള്, ദാറ്റ് മീൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഒരുപാട് 2-3 കുറച്ചധികം ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ഒരേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലും കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. കോമൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ അവിടെ ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം ഇൻഡിക്കേറ്റേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും അതിന് വേണ്ട എന്താ പറയാ മുന്നോട്ട് നയിക്കാനുള്ള ഗൈഡ് ലൈൻസും മറ്റും കൊടുക്കുന്ന ആരായിരിക്കും? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും, അല്ലെ. അവർക്കാണ് അതിന്റെ മെയിൻ റോൾ അവിടെ വരുന്നത്, അല്ലെ. ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ റോൾ വഹിക്കേണ്ടത് വ്യക്തി ആരായിരിക്കും? അതൊരു നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും, അല്ലെ. അതാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഫസ്റ്റ് വൺ ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ്. ഇതെവിടെ പഠിച്ചു? നമ്മൾ കീ പെർഫോമൻസിൽ പഠിച്ചില്ലേ? ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു പഠിച്ചു. ഒന്നാമത്തെ അത് തന്നെയാണ് കേട്ടോ. ടൈം ഫോർ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ദ ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ് കേട്ടോ. അതായത് ഇൻപേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുക്കുന്ന സമയം. ഓക്കെ, അത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. രണ്ടാമത്തത് percentage of inpatient cases in which the nursing care plan is documented. അതായത് കൃത്യമായിട്ടുള്ള ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. ഓക്കെ, നമ്മൾ പേഷ്യൻസിന് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ അത് തയ്യാറാക്കിയിട്ടുണ്ട്, അല്ലെ. നഴ്സസ് അവർക്ക് ഓരോ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എന്താണ്, ഇങ്ങനെയുള്ള കെയറിങ്ങും കാര്യങ്ങളാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവരുടെ കൈകളിൽ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ എന്താ ശരിയായ കൃത്യമായിട്ടുള്ള ഒരു നഴ്സിംഗ് കെയർ പ്ലാനോട് കൂടിയിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ ആണ്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ, മരുന്നുകളുടെ തെറ്റുകളിലൊക്കെ വരുന്ന നിരക്കാണ് കേട്ടോ. അതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു മെഡിക്കേഷൻ എറർ എന്ന് പറയുമ്പോൾ ആരിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. അതൊരു ഡോക്ടറുടെ സൈഡിൽ നിന്ന് സംഭവിക്കാം, ഒരു നഴ്സസിന്റെ കൈകളിൽ നിന്ന് സംഭവിക്കാം, പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാം, അല്ലെ. അപ്പൊ മെഡിക്കേഷൻ എറർ ആരിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഒന്നാണ് പെർസെന്റേജ്
ഓഫ് മെഡിക്കേഷൻ എന്നുള്ളത് കേട്ടോ. മരുന്നുകളിൽ വരുന്ന തെറ്റുകളുടെയൊക്കെ നിരക്ക്. പിന്നെ 4ാമത്തെ പോയിന്റ്, നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് ഗാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം കേട്ടോ. അതായത് ഒരു നിശ്ചിത കാലയളവില് ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട, നമ്മൾ ഗാദർ ചെയ്ത് ഇവാലുവേറ്റ് എക്സാമിൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സെന്റിനൽ ഇവന്റ്സുകളുടെ എണ്ണം. ഓക്കെ, സെന്റിനൽ ഇവന്റ് എന്താണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്? എന്തായാലും പ്രതികൂല സംഭവങ്ങളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഗ്യാദർ ചെയ്യപ്പെട്ടതും കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായ സെന്റിനൽ ഇവന്റ്സുകളുടെ എണ്ണമാണ് കേട്ടോ. ഇനി എന്താണ് സെന്റിനൽ ഇവന്റ് എന്നുള്ളത് അടുത്ത സെന്റൻസിലുണ്ട്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണ്ട് അങ്ങനെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സെന്റിനൽ ഇവന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി unanticipated event in a healthcare setting that results in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient illness. മാർക്ക് ചെയ്ത് വെക്കാട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്നാണ് അവർ പറയുന്നത്. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് അല്ലെ. അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺപ്ലാനഡ് ആയിട്ട്, ആകസ്മികമായിട്ട് അല്ലെ, ആസൂത്രിതമല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ചില സംഭവങ്ങളാണ് അല്ലെ. ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നത് അത് രോഗിയെ സംബന്ധിച്ച് ഒരുപക്ഷെ രോഗിയുടെ മരണത്തിന് കാരണമായേക്കാവുന്നതാവാം, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും മുറിവുകളോ അസുഖങ്ങളോ ഈവൻ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ചില ആകസ്മിക സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. പ്രത്യേകം അവര് വേറൊരു കാര്യം കൂടെ പറയുന്നത്, നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ് അല്ലെ. അതായത് രോഗിയുടെ ശരിക്കുമുള്ള അസുഖങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളല്ല. ഓക്കെ, ഒരു രോഗം വന്ന് ചിലപ്പോൾ ആ രോഗം മൂലം രോഗി മരണപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി രോഗി മരണപ്പെടാം. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ശരിക്കുള്ള അസുഖ കാരണങ്ങൾ കൊണ്ടല്ല, മറ്റെന്തെങ്കിലും അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ആകസ്മിക സംഭവങ്ങൾ മൂലം ഒരു രോഗിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മുറിവുകളോ അസുഖങ്ങളോ ഈവൻ അവരുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന സംഭവങ്ങൾ, അതിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 5ാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. നിയർ മിസ്സസ് കേസുകളുടെ ശതമാനം. ഇപ്പൊ നിയർ മിസ് നമ്മൾ 2-3 തവണ പറഞ്ഞു. എന്താണ് നിയർ മിസ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയുള്ള അപകടമായിരുന്നു, പക്ഷെ ഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല, ആള് രക്ഷപ്പെട്ടു. നമ്മൾ പറയില്ല, തലനാരിലേക്ക് രക്ഷപ്പെട്ടു, ചിലപ്പോ വലിയൊരു അപകടം ഒഴിവായി എന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ. നിയർ മിസ് എന്ന് പറഞ്ഞ് മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ കേട്ടോ. സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, ബട്ട് ഫോർച്ചുനേറ്റ്ലി അവര് രക്ഷപ്പെടുകയാണ് കേട്ടോ. ഓക്കെ, സെന്റിനൽ ഇവന്റ് എന്താണ്, നിയർ മിസ് എന്താണെന്നൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. 6ാമത്തെ പോയിന്റ് ഇതാണ്, പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച് കേട്ടോ. ബ്രാക്കറ്റിൽ ആപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് കേട്ടോ. ഡോക്ടേഴ്സിനും നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം. അതിപ്പോ ഡോക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, നഴ്സസ് ആണെങ്കിലും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ ശതമാനം, അല്ലെങ്കിൽ അതിന്റെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ പോയിന്റ് ഇതാണ്, ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, നമ്മളിപ്പോ രോഗിയുടെ തിരിച്ചറിയലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില തെറ്റുകൾ അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ എണ്ണം അല്ലെങ്കിൽ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരേ പേരിൽ തന്നെ 2-3 ഡോക്ടർ പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. മരുന്നുകൾ മാറാം, പ്രൊസീജിയർ മാറാം, അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിന് എന്താണ് പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തെറ്റുകളുടെ നിരക്ക്, അത്തരം സംഭവങ്ങളുടെ എണ്ണം. അടുത്തത് എന്താണ്, അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. അഡ്ഹിയറൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ നേരത്തെ കംപ്ലൈൻസ് എന്ന് പറഞ്ഞില്ല, അതേ മീനിങ് തന്നെയാണ് കേട്ടോ. അഡ്ഹിയറൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നർത്ഥം. അപ്പൊ അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് കേട്ടോ, കൈ ശുചിത്വം കൃത്യമായിട്ട് പാലിക്കുന്നതിന്റെ ശതമാനം. പിന്നെന്താണ്, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്സ്. ICUവിലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാ പറയുന്നത്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിലെല്ലാ പോയിന്റുകളും നമ്മൾ ഇവിടെ പഠിച്ചതാണ്, ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനകത്ത് പഠിച്ചതാണ് അല്ലെ. പുതിയതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. സെന്റിനൽ ഇവന്റ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ നിയർ മിസ് എന്താണെന്നും പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ?
ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇല്ല. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോ എല്ലാ തരത്തിലുമുള്ള ഇൻഫെക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ IPD കേട്ടോ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് അല്ലെ. എന്താണ് IPD? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് കേട്ടോ. അതായത് ബ്ലഡ് മറ്റ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം ഉണ്ടാവുന്ന അത്തരം ഇൻഫെക്ഷൻസിന്റെ നിരക്ക്, അതും IPD കേട്ടോ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ബ്ലഡ് മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോഷർ മൂലം ഉണ്ടാവുന്ന അണുബാധകളുടെ നിരക്ക്. അത് തന്നെ സെയിം OPD പറയുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. അടുത്തത് IPD ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. അതായത് ഈ സൂചികൾ മൂലം ഉണ്ടാവുന്ന പരിക്കുകള്, മുറിവുകളുടെ നിരക്ക്, അതും IPD ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. സെയിം തന്നെ OPD ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാലോ. പിന്നെ വരുന്ന എന്താണ്? ഇൻസിഡൻസ് ഓഫ് ഫാൾസ് അല്ലെ, വീണു പോകുന്ന സംഭവങ്ങളുടെ നിരക്ക് കേട്ടോ, വീണു പോകുന്ന സംഭവങ്ങളുടെ നിരക്ക്. പിന്നെ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ബ്രാക്കറ്റിൽ പറഞ്ഞു ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. നമ്മൾ പറഞ്ഞില്ലേ ബെഡ് സോർ, പ്രഷർ അൾസർ എന്ന് പറഞ്ഞു അല്ലെ, പ്രഷർ അൾസർ അത് തന്നെയാണ് ബെഡ് സോർ കേട്ടോ. അത് തന്നെ, അതായത് അഡ്മിഷന് ശേഷം ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ആയിട്ട് ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം. അതും പ്രത്യേകം അവർ പറയുന്ന ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് കേട്ടോ. ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞ എന്താ? പേഷ്യന്റ് ഡേ എന്ന് പറഞ്ഞ എന്താ? അത് തന്നെ കേട്ടോ, സഫീർ കറക്റ്റ് ആണ്. ബെഡ് സോർ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. പ്രഷർ അൾസർ, തൊലി പൊട്ടുന്ന അവസ്ഥയാണ് കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേ. പേഷ്യന്റ് ഡേ എന്ന് പറഞ്ഞ എന്താണ്? Patient days എന്ന് പറഞ്ഞാൽ it is the total number of days that the patient has been hospitalized കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, അതാണ് പേഷ്യന്റ് ഡേയ്സ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ദിവസങ്ങളുടെ എണ്ണം. ഓക്കെ, അതാണ് അവിടെ പേഷ്യന്റ് ഡേയ്സ്. നമ്മൾ ഇവിടെ കണക്കാക്കുന്നത് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. നമ്മളൊരു 3 യൂണിറ്റിലാണല്ലോ പറയുന്നത്. ഒരു 1000 പേഷ്യന്റ് ഡേയ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കേസുകളിൽ ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കേസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതും ഒരു ഇൻഫെക്ഷന്റെ ഭാഗമാണ് അല്ലെ. പിന്നെന്താണ്? കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ നിരക്ക്. പിന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അവിടെ പറഞ്ഞതാണ് അല്ലെ, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ന്യൂമോണിയയുടെ നിരക്ക്. പിന്നെന്താണ്? സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ. സെൻട്രൽ ലൈൻ നമ്മൾ പറഞ്ഞു കത്തീറ്റർ പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രക്തത്തിന് അണുബാധകളുടെ നിരക്ക്. ദെൻ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ, സർജിക്കൽ സൈറ്റ്സിനകത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസുകളുടെ നിരക്ക്. അതും ഈ പറയുന്ന പോലെ അതൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതായത് SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് കേട്ടോ. ഓക്കെയാണ്, മനസ്സിലായോ? അപ്പൊ ഇൻഫെക്ഷനും ഒന്നുമില്ല, നമ്മൾ അവിടെ പഠിച്ച ഇൻഡിക്കേറ്ററുകളെ നമ്മൾ സെപ്പറേറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്ന് മാത്രം കേട്ടോ. വേറെ ഒന്നും അതിനകത്ത് ചോദിക്കാനൊന്നുമില്ല. ഓക്കെ, സെന്റിനൽ ഇവന്റ് എന്താണ്, നിയർ മിസ് എന്താണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തതാണ് മൂന്നാമത് നമ്മൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ICU ഓർ എമർജൻസി ആണ് കേട്ടോ. ഇനി ICU എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. അപ്പൊ അവിടെ മെയിൻ റോള് വഹിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഇൻ ICU, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ICU അല്ലെങ്കിൽ എമർജൻസി, ICUലും എമർജൻസിയിലും കാഷ്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടൈം ഫോർ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. ഈ സെയിം പോയിന്റ്
മറ്റേ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കോമൺ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വരുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കുക, ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്, എമർജൻസി രൂപ കൊണ്ടുവന്ന പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം, ഇതൊക്കെ അവിടെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്, അല്ലെ നേരത്തെ പറഞ്ഞു സെയിം കംപ്ലൈൻസുകളായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്ന കേസുകളുടെ എണ്ണം. അടുത്ത പോയിന്റ് നമ്മൾ അവിടെ പഠിച്ചിട്ടില്ല, ഇവിടെ പുതിയതായിട്ട് പഠിക്കുന്നതാണ്, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണ്ടോ. അടുത്തതാണ് റീ ഇൻക്യുബേഷൻ റേറ്റ്. ഇതാണ് റീ ഇൻക്യുബേഷൻ റേറ്റ്, അവിടെ പറയുന്നില്ലാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. റീ ഇൻക്യുബേഷൻ റേറ്റ് എന്താണ്? റീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പറഞ്ഞിട്ടുണ്ട്, റീ ഇൻക്യുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് എ intubation after extubation of a patient who had been initially tracheally intubated under the general anesthesia or combined general and regional anesthesia. മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ റീ ഇൻറ്റ്യൂബേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്താണ് ഇൻറ്റ്യൂബേഷൻ ഉള്ളത് നമ്മൾ അറിയണം, അല്ലെ? ഇൻറ്റ്യൂബേഷൻ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊന്നും മനസ്സിലാവും. ട്യൂബേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻറ്റ്യൂബേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഇറ്റ് ഈസ് എ മെഡിക്കൽ procedure that a tube is inserted into the patient's airway. Okay, നമ്മുടെ പേഷ്യന്റിന്റെ ശ്വസന നാളമുണ്ടല്ലോ, എയർവേനകത്തോട്ട് നമ്മൾ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ദ എന്താ പറയാ, ടു പ്രൊവൈഡ് ദ വെന്റിലേഷൻ. ഓക്കെ, വെന്റിലേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു വായുപ്രവാഹം അല്ലെങ്കിൽ അവരുടെ ഒരു നല്ലൊരു ബ്രീത്തിങ് എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ എയർവേക്കകത്തേക്ക് ഒരു ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ആ ട്യൂബിന് നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയാ? എൻഡോട്രക്കിയൽ ട്യൂബ്. ട്രക്കിയൊക്കെ നിങ്ങൾ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചു. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വിൻഡ് പൈപ്പ്, അല്ലെ? നമ്മുടെ ശ്വാസനാളമാണ്, അല്ലെ? പഠിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഇതിന് നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ് പറയുന്നത്. ട്രക്കിയക്കകത്തേക്ക് കയറ്റുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്തില്ല, അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒന്നും വരാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ എയർവേയുടെ അകത്തുകൂടെ എന്ത് ചെയ്യും? ഈ ട്യൂബ് ഇറക്കും. അപ്പൊ ട്യൂബ് ഇറക്കുമ്പോൾ ആ ഒരു പ്രൊസീജിയർ സമയത്ത് അവർക്ക് വേറെ ശ്വാസ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻറ്റ്യൂബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെ എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ് അതിനെ പറയുന്നത്. മെഡിക്കൽ പ്രൊസീജിയർ ദാറ്റ് എ ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു എ പേഷ്യന്റ് എയർവേ ടു പ്രൊവൈഡ് എ സേഫർ വെന്റിലേഷൻ, അല്ലെങ്കിൽ ഒരു വായുപ്രവാഹം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിന്റെ ശ്വാസനാളത്തിലോട്ട് നമ്മൾ ആ ഒരു ട്യൂബ് ദാറ്റ് മീൻസ് എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇൻറ്റ്യൂബേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? റീ ഇൻറ്റ്യൂബേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റ്യൂബേഷൻ ആഫ്റ്റർ എക്സ്റ്യൂബേഷൻ ആണ്. അതായത് ആദ്യം ട്യൂബ് ഇറക്കി, അതിനുശേഷം പ്രൊസീജിയർ കഴിഞ്ഞു, ട്യൂബ് പുറത്തേക്ക് എടുത്തു. പക്ഷെ പെട്ടെന്ന് പേഷ്യന്റിന്റെ കണ്ടീഷൻ വല്ല എമർജൻസി വരെയാണ്, മോശമാവാണ്, ശ്വാസം മുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടനെ വീണ്ടും എന്ത് ചെയ്യണം? ട്യൂബ് വീണ്ടും ഇറക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്, അല്ലെ? അതാണ് റീ ഇൻറ്റ്യൂബേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂബേഷൻ ആഫ്റ്റർ എക്സ്റ്യൂബേഷൻ ആണ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് റീ ഇൻറ്റ്യൂബേഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. സാധാരണ എപ്പോഴാണ് പറയുന്നത്? അണ്ടർ ജനറൽ അനസ്തേഷ്യ സമയത്ത് അല്ലെങ്കിൽ ജനറൽ ഓഫ് റീജിയണൽ അനസ്തേഷ്യ സമയത്തൊക്കെ നമ്മളിങ്ങനെ ട്യൂബ് ഇറക്കാറുണ്ട്. അനസ്തേഷ്യ കൊടുക്കുന്ന ആ ടൈം തന്നെ അവര് പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രക്കിയയിലോട്ട് ആ ട്യൂബ് അങ്ങോട്ട് ഇറക്കും അവര്. നമുക്ക് അത് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അനസ്തേഷ്യ തരുമ്പോൾ തന്നെ നമ്മൾ മയക്കത്തിലാവുമല്ലോ, ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ അപ്പം തന്നെ ഇറക്കും, നമ്മുടെ ട്രക്കിയിലേക്ക് ട്യൂബ് ഇറക്കി വിടും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ശ്വാസം മുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പ്രൊസീജിയറും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ബോധം വരുന്ന സമയത്ത് ചിലപ്പോൾ ത്രോട്ടിന്റെ അവിടെ ചെറിയൊരു പെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭക്ഷണം ഇറക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. ഈ ട്യൂബ് ഇറക്കേണ്ടതായിരിക്കും കേട്ടോ. നമ്മൾ അറിയുന്നുണ്ടാവില്ല, അത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രീ ഇൻറ്റ്യൂബേഷൻ ട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? പ്രീ ഇൻറ്റ്യൂബേഷൻ എന്താണ്? ക്ലിയർ ആയില്ലേ? മറന്നുപോവോ? പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ കേട്ടോ. ഇനി നമ്മൾ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ്, അനസ്തേഷ്യ കൊടുക്കുന്ന ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണല്ലോ. ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. എന്താണ് പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ? അനസ്തേഷ്യ പ്ലാനിൽ വരുന്ന ചേഞ്ചുകൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസുകളുടെ ശതമാനം കേട്ടോ. പെർസെന്റേജ് ഓഫ്
മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. ചിലപ്പോൾ നമ്മൾ ചില അനസ്തേഷ്യ കൊടുക്കാൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വരും അല്ലെ. എല്ലാ സാധാരണ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകളാണ് അനസ്തേഷ്യ മറ്റു കൊടുക്കുന്നത്. അത് ഈ ഒരു പേഷ്യന്റിന്റെ ആ ഒരു കണ്ടീഷൻസും മറ്റും നോക്കിയിട്ടാണ് അവർക്ക് കറക്റ്റ് ഡോസിൽ അനസ്തേഷ്യ കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള അനസ്തേഷ്യ പ്ലാനുകളിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷൻസുകളുടെയൊക്കെ ശതമാനം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉദ്ദേശിച്ച അനസ്തേഷ്യ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഇപ്പൊ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ആ രീതിയിൽ അനസ്തേഷ്യ പ്ലാനുകളിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷൻസുകളുടെ ശതമാനം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. എന്താണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അനസ്തേഷ്യയെ തുടർന്ന് ആകസ്മികമായിട്ട് വെന്റിലേഷനിലോട്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററിലോട്ട് പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം അല്ലെ. ചിലപ്പോൾ അനസ്തേഷ്യ കൊടുത്തതിൽ അങ്ങനെ നമ്മൾ അങ്ങനത്തെ എന്താ പറയുക സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അനസ്തേഷ്യയിലെ മിസ്റ്റേക്ക് മൂലമൊക്കെ മരണം സംഭവിച്ച കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ അനസ്തേഷ്യയെ തുടർന്നിട്ട് വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വന്നിട്ടുള്ള, അതും അൺപ്ലാനഡ് ആയിട്ട് കേട്ടോ, ആകസ്മികമായിട്ട് നമുക്ക് വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. ഏകദേശം ഇതേപോലെ തന്നെ കേട്ടോ, അതായത് പ്രതികൂലമായിട്ട് വന്നിട്ടുള്ള അനസ്തേഷ്യ സംഭവങ്ങളുടെയൊക്കെ ശതമാനം. അനസ്തേഷ്യയുടെ മരുന്നിന് ഡോസ് കൂടി പോവുക, അല്ലെങ്കിൽ അത് മാറിപ്പോവുക, അല്ലെങ്കിൽ രോഗിക്ക് ഒരു അപകടം സംഭവിക്കുക, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള അൺഫേവറബിൾ അനസ്തേഷ്യ സംഭവങ്ങളുടെ ശതമാനം. പിന്നെ വരുന്നത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. അനസ്തേഷ്യയെ തുടർന്നുണ്ടായിട്ടുള്ള മരണനിരക്ക്, എന്തെങ്കിലും മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അനസ്തേഷ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന മരണനിരക്ക്. പിന്നെ പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ, അതൊക്കെ അവിടെ പറഞ്ഞതാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അൺപ്ലാനഡ് ആയിട്ട് ആകസ്മികമായിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അല്ലെ, റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനം. പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് കേസസ് വെർ ദ ഓർഗനൈസേഷൻസ് പ്രൊസീജിയർ ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ് ആൻഡ് റോങ് സർജറി ഹാസ് ബീൻ അഡ്ഹിയർഡ് ടു അല്ലെ. അവിടെ പറഞ്ഞു അല്ലെ, അതായത് നമ്മൾ തെറ്റായ സൈറ്റിൽ സർജറി ചെയ്യാം, തെറ്റായി പേഷ്യന്റ് ആള് മാറി പേഷ്യന്റ് മാറി നമ്മൾ സർജറി ചെയ്യാം, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സർജറിയിൽ എന്തെങ്കിലും എന്താ പറയാ പാകപ്പിഴകൾ വരിക, അങ്ങനെയുള്ള ചില എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് ഈ ഓർഗനൈസേഷൻ ചില നടപടികൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ. അപ്പൊ അത്തരം നടപടികൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം. ഓക്കെ, അതിന്റെ ശതമാനം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഞാൻ അന്ന് ഇൻഡിക്കേറ്റർ പറഞ്ഞപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ വീണ്ടും പറയാത്തത്. പിന്നെ എട്ടാമത്തെ പോയിന്റ് ഇതാണ്, percentage of cases who received suitable prophylactic antibiotics within the specified time frame. പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് ഒക്കെ പറഞ്ഞതാണ്, അതായത് നമ്മളൊരു പ്രിവെൻഷന് വേണ്ടി എടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സർജറിക്കൊക്കെ മുൻപായിട്ട് ഈ സർജറിക്ക് ശേഷം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞ ആളുകൾക്ക് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കൂല. എന്ന് വെച്ചാൽ അവർക്ക് ഈ സർജറിയെ തുടർന്ന് വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ. അതെന്നെ സഫീറ കറക്റ്റ് ആണ് കേട്ടോ, പ്രിവെൻഷൻ മെഡിസിൻ ആണ് കേട്ടോ. അപ്പൊ അത്തരത്തിലൊരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിനുള്ളിൽ അനുയോജ്യമായിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നത്, സർജറിയുടെ ഭാഗമായിട്ടാണ് പൊതുവെ നമ്മൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പോയിന്റ് അവിടെ വന്നത്. പിന്നെ വരുന്നത് percentage of cases in which the planned surgery is altered intraoperatively. എന്താണ് പറയുന്നത്, percentage of cases in which the planned surgery is altered intraoperatively. ഇത് അവിടെ പറയാത്തൊരു പോയിന്റാണ് കേട്ടോ. ഇൻട്രാഓപ്പറേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു ആൾട്രേഷൻ അതിൽ വരുത്തേണ്ടതായിട്ട് വരികയാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, അപ്പൊ നമുക്ക് ആ സർജറി ഓൺ ദ സ്പോട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കാണുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും അഡീഷണൽ ചെയ്യേണ്ടതായിട്ട് വരും സർജറി, അങ്ങനെയൊക്കെ വരില്ലേ. അപ്പൊ ആ രീതിയിൽ അതാണ് പറഞ്ഞത് സർജറി ആൾട്ടേഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്. ദാറ്റ് മീൻസ് ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറുതായിട്ട് ആൾട്ടർ ചെയ്യേണ്ടി വന്ന ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ള അതും സർജറികളുടെയൊക്കെ ശതമാനം. നമ്മൾ പ്ലാന്റ് സർജറി ആയിരിക്കും, പക്ഷെ പ്ലാൻ ചെയ്ത് നടത്തുന്ന സർജറി ആ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആൾട്രേഷൻ വരുത്തേണ്ടതായിട്ട് വന്നിട്ടുള്ള സർജറികളുടെ ശതമാനം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച്
which the planned surgery is altered intraoperatively. 10th പോയിന്റ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ റീസർജറി റേറ്റ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. റീസർജറി റേറ്റ് ആണ് കേട്ടോ. വീണ്ടും സർജറി ചെയ്യേണ്ടതായിട്ട് വന്ന കേസുകളുടെയൊക്കെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 11th എന്താ OT യൂട്ടിലൈസേഷൻ റേറ്റ്. ദാറ്റ് മീൻസ് ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസേഷൻ റേറ്റ്. എത്രത്തോളം ഓപ്പറേഷൻ തിയേറ്റർ അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, അതിന്റെ നിരക്ക്. ഇത്രയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. ഓക്കെ ആണോ, ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം കേട്ടോ. അടുത്തത് 5ാമത്തെ പോയിന്റ് അല്ല ഡിപ്പാർട്ട്മെന്റ്, ലാബ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇനി നമുക്ക് ലബോറട്ടറി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡയഗ്നോസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 investigations. ഇതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 investigations. അതായത് ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എററുകളുടെ എണ്ണം. 1000 ഇൻവെസ്റ്റിഗേഷൻസ്, ദാറ്റ് മീൻസ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ്, റേഡിയോളജി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പൊതുവെ ഒരു 1000 യൂണിറ്റിലായിട്ട് പറയുന്ന ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുള്ളതിൽ എണ്ണത്തിൽ എററുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അത്തരം എണ്ണമാണ് കേട്ടോ. എററുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണമാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് റേറ്റ് ഓഫ് റീഡെസ്. റീഡെസ് എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ടെസ്റ്റുകളുടെ നിരക്കാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ടെസ്റ്റിൽ ഇപ്പോ നമുക്ക് വേണ്ടത് ശരിക്കും ആക്യുറേറ്റ് റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് രണ്ടാമത് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. അങ്ങനെ റേറ്റ് ഓഫ് റീഡെസ് കേട്ടോ, അതായത് വീണ്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള മീൻസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളതിന്റെ നിരക്കാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തേത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് correlating with the clinical diagnosis. അതാണ് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതായത് നമ്മുടെ ഈ ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ഒത്തുപോകുന്ന, കോറിലേറ്റ് ചെയ്തു പോകുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം. നമുക്കറിയാം, നമ്മളൊരു ഡോക്ടർ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു, അദ്ദേഹം ഫിസിക്കൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു അസംഷൻ ഡോക്ടർ നടത്തും അല്ലെ. അദ്ദേഹം ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് നടത്തും അല്ലെ. അതായത് ഫിസിക്കൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള നമ്മളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർക്കൊരു ക്ലിനിക്കൽ അസസ്മെന്റ് അവർക്ക് ഉണ്ടായിരിക്കും, ഒരു ഡയഗ്നോസിസ് അവർ നടത്തും. കുറെ കൂടെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലേക്ക് ഡോക്ടർ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പോകുന്ന, ഡോക്ടർക്ക് ഒരു അസംഷൻ ഉണ്ടായിരിക്കുമല്ലോ പരിശോധിച്ചേക്ക്, അപ്പൊ അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഒത്തുപോകുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം എന്ന് വെച്ചാൽ ഡോക്ടറുടെ ആ ഒരു ഡയഗ്നോസിസുമായിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഡോക്ടറുടെ അസംഷൻ കറക്റ്റ്, അതായത് ഡയഗ്നോസിസിലൂടെ കറക്റ്റ് ആണ്, കൺഫേംഡ് ആയിട്ട് വരുന്ന കേസുകളുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന, കോറിലേറ്റ് ചെയ്തു പോകുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം. പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. അത് അവിടെ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരില് കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നവരുടെ ശതമാനം അല്ലെ. ലാബിനായിക്കോട്ടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് വേണം അവരവിടെ പ്രവർത്തിക്കാൻ. എല്ലാവരും അങ്ങനെ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്താ പറയുക കേസുകളുടെ ശതമാനം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തത് ഫാർമസി കേട്ടോ. ഫാർമസി അഥവാ ക്ലിനിക്, അവിടെ മെയിൻ റോള് വരുന്നത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനായിരിക്കും. ഈ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട് പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ. പ്രിസ്ക്രിപ്ഷൻ എറർ, പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന തെറ്റുകൾ അല്ലെ. പിന്നെ അതുപോലെ തന്നെയാണ് ഡിസ്പെൻസിങ് എറർ, മരുന്ന് വിതരണം ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകൾ. പ്രിസ്ക്രിപ്ഷനിൽ എറർ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഡിസ്പെൻസിങ്ങിൽ ഓട്ടോമാറ്റിക് എറർ വരും അല്ലെ. അപ്പൊ പ്രിസ്ക്രിപ്ഷൻ എറർ, അതുപോലെ തന്നെ ഡിസ്പെൻസിങ് എറർ, മരുന്ന് വിതരണം ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകൾ. പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ADR per 100 discharges that include LAMA, DAMA,
അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ. ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഡേഞ്ചറസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസുകൾ ഉണ്ടാകുന്ന കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസ്, ഡ്രഗ് റിയാക്ഷൻസുകളുടെ എന്താ പറയാ, അത്തരം ഡ്രഗ് റിയാക്ഷൻസുകൾ നടന്നിട്ടുള്ളതിന്റെ ശതമാനം കേട്ടോ. അത് പ്രത്യേകം പറയുന്നത് ADR എന്ന് വെച്ചാൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം അതാണ് കേട്ടോ. ADR എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്നാണ് കേട്ടോ. പെർ 100 ഡിസ്ചാർജസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് ഉൾപ്പെടെ കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ. ദാറ്റ് മീൻസ് ലാമ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട് വിട്ടുപോകുന്ന പേഷ്യൻസ് ഡാമ എന്താണ്? ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അബ്സ്കോണ്ട് ചെയ്തു പോകുന്ന ചോദിച്ചോടി പോവാ. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചിലവരിങ്ങനെ അബ്സ്കോണ്ട് ചെയ്തു പോകും അല്ലെ, ചില പേഷ്യൻസ് അവിടെ നിന്ന് പോകും. അതുപോലെ ഡെത്ത്, മരണം, അതന്നെ ചാടി പോകുക, അതന്നെ അബ്സ്കോണ്ട്. പിന്നെ ഡെത്ത്, അങ്ങനെ ഉൾപ്പെടുന്നവരുടെയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡാമ, അബ്സ്കോണ്ട്, ഡെത്ത് ഉൾപ്പെടെയുള്ള കേസുകളിലും അവർ അത്തരം ആ രീതിയിൽ എല്ലാ തരത്തിലും ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിനകത്ത് പെടും അല്ലെ. ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന വെച്ചാൽ അവിടെ വിട്ടുപോകാന്നുള്ള അർത്ഥമാണ്. അപ്പൊ ലാമയാവാം, ഡാമയാവാം, അബ്സ്കോണ്ട് ആവാം, ഈവൻ ഡെത്ത് വരെ ഡിസ്ചാർജിനകത്ത് പെടുന്നതാണ് അല്ലെ. അപ്പൊ അത്തരം കേസുകളിൽ, ഈ പറയുന്ന എല്ലാവരും ഉൾപ്പെടുന്ന കേസുകളിൽ ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ ഉണ്ടാവും. അതിപ്പോ ലാമയിലായിക്കോട്ടെ, ഡാമ പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അബ്സ്കോണ്ട് ചെയ്യപ്പെടുന്ന പേഷ്യൻസിലായാലും അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ. 4ാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ. ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ജോബ്സാർ ലീവാണ് കേട്ടോ. സോ ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അടുത്ത നോക്കുക, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ് കേട്ടോ. അതായത് എറർ പ്രോൺ ആയിട്ടുള്ള, തെറ്റു വരാൻ സാധ്യതയുള്ള ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഇതവിടെ നമ്മൾ പഠിച്ചൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ് കേട്ടോ. അതായത് എറർ വരാൻ സാധ്യതയുള്ള അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അടുത്തത് 5ാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. അതായത് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻസിന് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ, ഈ ക്യാൻസർ പോലുള്ള, ഈ ഡയാലിസിസ് പോലുള്ള ഗുരുതര രോഗികളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എടുക്കുന്ന രോഗികളാണ്. അങ്ങനെയുള്ള രോഗികളില് പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ് കേട്ടോ. ഹൈ റിസ്ക് മെഡിക്കേഷൻസ് സ്വീകരിക്കുന്ന രോഗികൾക്ക് അഡ്വേഴ്സ്, പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് ഇവന്റ്സ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം. 4th പോയിന്റ് മനസ്സിലായില്ല? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. നമ്മൾ കീ പെർഫോമൻസിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് എറർ പ്രോൺ, തെറ്റു വരാൻ സാധ്യതയുള്ളത്. തെറ്റുവര എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളത് വായിക്കുന്നതിൽ ചിലപ്പോ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇപ്പൊ മില്ലിഗ്രാം, സ്മോൾ എം ജി ആണ് മില്ലിഗ്രാം. ആ സ്മോൾ എം ഒന്ന് മാറി ക്യാപിറ്റൽ എം ആണ് ഉപയോഗിക്കുന്നത്, മെഗാഗ്രാം ആയിട്ട് മാറി അല്ലെ. അപ്പൊ അളവിന് എന്ത് വ്യത്യാസം വന്നു? മില്ലിഗ്രാം എന്ന് പറയുന്നത് മെഗാഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ചില അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എറർ പ്രോൺ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ അതിലൊരു മിസ്ഇന്റർപ്രറ്റ് ചെയ്യാം, കൺഫ്യൂഷൻ ഉണ്ടാക്കാം. സ്മോൾ എം മാറി ക്യാപിറ്റൽ എം ആയി മാറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതുപോലെ QID ആയി മാറിക്കഴിഞ്ഞാൽ വ്യത്യാസം വരും. QD എന്ന് പറയുമ്പോൾ ഡെയിലി ആണ്, QID എന്ന് പറയുമ്പോൾ 4 times ഡെയിലി അല്ലെ. ദിവസം 4 പ്രാവശ്യം എടുക്കേണ്ട വരുന്നു, എല്ലാ ദിവസവും എടുക്കേണ്ട വരുന്നു പറഞ്ഞാൽ രണ്ടർത്ഥമാണ് അല്ലെ. അപ്പൊ അങ്ങനെ എറർ പ്രോൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അതാണ് കേട്ടോ 4th പോയിന്റ്. 5th ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻസില് അവരില് ഈ പറയുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, പ്രതികൂല മരുന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കേസുകളുടെ മീൻസ് ശതമാനം. പിന്നെ 6ാമത്തെ വരുന്നത് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ലോക്കൽ പർച്ചേസ് കേട്ടോ. ഈ ലോക്കൽ പർച്ചേസിങ്ങിലൂടെ നമ്മൾ എടുത്തിട്ടുള്ള മരുന്നുകള്, കൺസ്യൂമബിൾസ്, അതിന്റെയൊക്കെ ശതമാനം. നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ബൾക്കായിട്ടൊക്കെ എടുക്കും. ലോക്കൽ പർച്ചേസ് എന്ന് വെച്ചാൽ അത് ശരിയായ റൂട്ടിലൂടെ എടുക്കുന്നതാവണമെന്നില്ല. ലോക്കൽ പർച്ചേസിങ്ങിലൂടെ വാങ്ങിയിട്ടുള്ള ഓക്കെ, അങ്ങനെയുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ഒക്കെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഏഴാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകള്, അടിയന്തര മരുന്നുകളുടെ ശതമാനം. ഇനി എട്ടാമത്തെ പോയിന്റ് അവിടെ പറഞ്ഞിട്ടില്ലാത്തതാണ്, അതുകൊണ്ട് ഇവിടെ നോട്ട് ചെയ്ത് വെക്കട്ടെ. അവിടെ പറയാത്ത ഒരു പോയിന്റ് ആണ് കേട്ടോ. Percentage of drugs and consumables refused before the preparation of GRN. GRN എന്ന് പറഞ്ഞാല് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്നാണ്. ഗുഡ് എന്നുള്ളതിന്റെ കൂടെ രസ് ചേർക്കണം കേട്ടോ നിങ്ങള്. ഗുഡ് എന്നല്ല, ഗുഡ്സ് എന്നാണ് കേട്ടോ. ഗുഡ് എന്ന് പറയുമ്പോൾ നല്ലത് എന്നുള്ള ഗുഡാണെന്ന് നിങ്ങൾ അങ്ങനെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതല്ല, ഗുഡ്സ് ആണ്. ഗുഡ്സ് ഇല്ലേ, സാധനങ്ങള്, സാമഗ്രികൾ എന്നൊക്കെ പറയില്ലേ, ആ ഗുഡ്സ് ആണ് കേട്ടോ. അല്ലാണ്ട് ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുമ്പോൾ നല്ലത് എന്നുള്ള ഗുഡല്ല, ഗുഡ്സ് ആണ് കേട്ടോ. ഓക്കെ, ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്നാക്കാം കേട്ടോ. GRNന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. എന്താണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് നമ്മൾ ഈ പറയുന്ന മരുന്നുകളുടെ ഇടപാടുകള് അല്ലെങ്കിൽ സേവനങ്ങളുടെയൊക്കെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു രേഖപ്പെടുത്തലുകളാണ് GRN എന്ന് പറയുന്നത് കേട്ടോ. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ നടത്തുന്ന മരുന്നുകളുടെ ഇടപാടുകൾ, നമ്മൾ പല സപ്ലൈസിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമല്ലോ, അത്തരത്തില് മരുന്നുകളുടെ ഇടപാടുകൾ, അതിന്റെ സേവനങ്ങളൊക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടല്ലോ, ആ രേഖപ്പെടുത്തൽ, അതിനെയാണ് അവിടെ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന പോയിന്റ് ഇതാണ്: പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ടുള്ള, വേണ്ടാന്ന് വെച്ചിട്ടുള്ള മരുന്നുകളുടെയും കൺസ്യൂമബിൾസിന്റെയും ശതമാനം. അപ്പൊ സാധാരണ നമ്മൾ ഡ്രഗ്സും മറ്റും ഒക്കെ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്ത് നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ഉപയോഗിച്ചത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കും. ഇത്ര മരുന്ന് നമ്മൾ മേടിച്ചു, ഇത്ര രൂപ, അല്ലെങ്കിൽ ഇത്ര സപ്ലൈ എന്നൊക്കെ മേടിച്ചു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കും. അത് ഫൈനൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള, റിഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡ്രഗ്സുകളുടെയും കൺസ്യൂമബിൾസിന്റെയും ശതമാനം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേണ്ടാന്ന് വെക്കുക, ചിലപ്പോൾ എന്തെങ്കിലും റീസൺ ആയിരിക്കാം, വന്ന സപ്ലൈസിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, എന്തെങ്കിലും കുറവുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് റിഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡ്രഗ്സുകളുടെയും കൺസ്യൂമബിൾസിന്റെയും ശതമാനം കേട്ടോ. ഒൻപതാമത്തെ പോയിന്റ് ഇതാണ്: പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മൾ സാധാരണ ഒരു സ്റ്റോറേജ് പ്രോസസ്സ്, പ്രൊക്യൂർമെന്റ് പ്രോസസ്സിൽ നിന്ന് വന്നിട്ടുള്ള വാരിയേഷൻസുകള്, അതായത് വ്യതിയാനങ്ങളുടെ ശതമാനം. നിങ്ങൾ ഫാർമസി പഠിച്ചതാണല്ലോ. ഫാർമസി പഠിച്ചപ്പോ നിങ്ങൾ അവസാനം പഠിച്ചല്ലോ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നിങ്ങൾ പഠിച്ചില്ലേ? പല തരം ഡ്രഗ്സുകൾ സ്റ്റോറേജ്, ജനറൽ ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചില്ലേ? അതിലേക്ക് സ്റ്റോറേജ് എല്ലാം ഒരുപോലെയാണോ? വ്യത്യാസം ഉണ്ടല്ലേ? ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയാണോ നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യണേ? അല്ല. അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയാണോ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യണ? അല്ല. എല്ലാം വ്യത്യാസം ഉണ്ടല്ലേ? അപ്പൊ എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായ ഒരു പ്രൊക്യൂർമെന്റ് ഉണ്ട് അല്ലെ? അതിൻ്റെതായ രീതിയിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. അത്തരം പ്രൊക്യൂർമെന്റ് പ്രോസസ്സിൽ നിന്നും വന്നിട്ടുള്ള വാരിയേഷൻസുകളുടെ ശതമാനം, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊക്യൂർമെന്റ് നടപടികൾ പാലിച്ചിട്ടില്ലാത്ത എന്താ പറയാ, അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരിയായ രീതിയിൽ സംഭരണം നടത്തിയിരിക്കുന്നത്, ഓരോ മരുന്നുകൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെയുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് വ്യതിയാനം വരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള കേസുകളുടെ ശതമാനം. ഇത്രയാണ് ഫാർമസിക്കകത്ത് വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അടുത്ത നോക്കാം. ഞാൻ ഇന്ന് തീർത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ, തീരാറായി. തീർത്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങാലോ, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തതാണ് ഏഴാമത്തെ പോയിന്റ്, ഫ്രണ്ട് ഓഫീസ് കേട്ടോ. ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഇതാണ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, ഔട്ട് പേഷ്യൻസിന്റെ സംതൃപ്തി സൂചിക അല്ലെ? ഫ്രണ്ട് ഓഫീസറാണ് അവരല്ലേ കൂടുതൽ ഔട്ട് പേഷ്യൻസുമായിട്ട് ഇടപഴകുന്നത്. ഫ്രണ്ട് ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവരാണല്ലോ. സോ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, ഔട്ട് പേഷ്യൻസുകളുടെ സംതൃപ്തി സൂചിക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. എന്താണ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്? ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെയിറ്റിംഗ് ടൈം. ദാറ്റ് മീൻസ് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു കാത്തിരിപ്പ് സമയം, വെയിറ്റിംഗ് ടൈം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
അത്രേ ഉള്ളൂ. ആ രണ്ടെണ്ണം അതിനകത്ത് വരുള്ളൂ കേട്ടോ. ഇനി 8ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണിത് MRD ഡിപ്പാർട്ട്മെന്റ്. MRD എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചതാണ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചില്ലേ നിങ്ങള്? അപ്പൊ എന്താണ് MRD? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കിയേ, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി അല്ലെ? നിങ്ങൾ ഓൾറെഡി മെഡിക്കൽ റെക്കോർഡ് പഠിച്ചു. ഒരു മെഡിക്കൽ റെക്കോർഡിൽ വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? അപ്പോ പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി, ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. അതും നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡിന്റെ കോഡിങ്ങിനെ പറ്റി പഠിച്ചില്ലേ? ICD എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അല്ലെ? അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ICD കോഡിംഗ്, മെഡിക്കൽ റെക്കോർഡ്സ് ICD കോഡിംഗ് ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കണം എന്നൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടുണ്ട്. അതായത് ആൽഫ ന്യൂമറിക് കോഡുകളൊക്കെ ഉപയോഗിക്കണം. എല്ലാ ഡിസീസിനും അതിൻ്റെതായൊരു ICD കോഡിംഗ് ഉണ്ട്. അതൊരു ഗ്ലോബൽ കോഡിംഗ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ അത്തരത്തില് ICD കോഡിംഗ് ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. പിന്നെ മൂന്നാമത്തെ എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അത് നമ്മളവിടെ കീ പെർഫോമൻസിനകത്ത് പഠിച്ചതാണ്. പൂർണ്ണമല്ലാത്തതും ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, ഇംപ്രോപ്പർ കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ICD എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഇതില്ലേ? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. നമ്മൾ ഈ കോഡിംഗ് ഉപയോഗിക്കും. അതായത് ഈ എല്ലാ ഡിസീസിനും അതിൻ്റെതായ കോഡിംഗ് ഉണ്ട് കേട്ടോ. അതെ തന്നെ, അതെ കറക്റ്റ് ആണ് കേട്ടോ. ആ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉണ്ട്. അത് എയിൽ തന്നെ കുറെ ഉണ്ട്. ഓരോ രോഗത്തിനും ഇപ്പൊ ന്യൂമോണിയക്ക് ഒരു കോഡിങ്, COPD അങ്ങനെയൊക്കെ എല്ലാത്തിനും കോഡ് ഉണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ICD കോഡിംഗ് പാലിക്കാതെയുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. മൂന്നാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് പൂർണ്ണമല്ലാത്തതും ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ഞാൻ അവിടെ പറഞ്ഞു പ്രോപ്പർ കൺസെന്റും ഇംപ്രോപ്പർ കൺസെന്റ് എന്താണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരിക്കും അല്ലെ? നമ്മളിപ്പോ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, ഒരു പ്രൊസീജിയർ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ കൊടുക്കുന്ന പ്രൊസീജിയർ എന്താണെന്നും അതിനെപ്പറ്റി കംപ്ലീറ്റ് വിവരങ്ങൾ ആർക്ക് കൊടുക്കണം? പേഷ്യന്റിന് നമ്മൾ കൊടുക്കണം. വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു ട്രീറ്റ്മെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് അവരെ അറിയിച്ചതിന് ശേഷം അവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മതം ഉണ്ടല്ലോ, അതാണ് പ്രോപ്പർ കൺസെന്റ്. അങ്ങനെ കിട്ടാത്ത സമ്മതത്തിനേക്ക് ഇംപ്രോപ്പർ കൺസെന്റ് എന്ന് പറയാം. നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പറയാതെ എന്തൊക്കെയോ പറഞ്ഞ് ബോധിപ്പിച്ച് എന്തൊക്കെയോ ഒരു ധാരണ ഉണ്ടാക്കി ജസ്റ്റ് അവരിൽ നിന്ന് സമ്മതം വാങ്ങുന്നത്, അതല്ല രീതി. പ്രോപ്പർ കൺസെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ബുദ്ധിമുട്ടുകൾ, റിസ്ക് ഒക്കെ അവരെ ബോധ്യപ്പെട്ട് അവർക്കത് വ്യക്തമായിട്ട് അവർ ഓക്കെ സമ്മതമാണ് എന്നുള്ള രീതിയിൽ കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ കൺസെന്റ്. അങ്ങനെയല്ലാത്ത സംഭവമാണ് ഇംപ്രോപ്പർ കൺസെന്റ്, അതുപോലെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. നാലാമത്തത് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സുകൾ അല്ലെ? മിസ്സായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. മിസ്സിംഗ് കേസുകൾ വരുമല്ലോ. അപ്പൊ നിങ്ങൾ അവിടെ പഠിച്ചിട്ടില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, അതേ ഐഡന്റിറ്റി നമ്പർ വെച്ചെന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതെ. അപ്പൊ അത്തരത്തിന് മിസ്സിംഗ് റെക്കോർഡ്സുകളുടെ ശതമാനം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാൻ ചോദിക്കാവുന്നതാണ് കേട്ടോ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ്, BOR എന്നാണ് പറയാ കേട്ടോ. BOR എന്ന് കാണുമ്പോൾ എന്താന്ന് വിചാരിക്കരുത്, ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നാണ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം അതാണ്. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ പറയണം, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള കിടക്കുകളുടെ ഉപയോഗത്തിന്റെ ഒരു മെഷർമെന്റ് ആണ്. അത് എത്ര ബെഡ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബെഡ്സിൽ എത്ര എണ്ണം ഓക്യുപൈഡ് ആണ്, എത്ര എണ്ണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ ആ ഒരു മെഷർ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് അവൈലബിൾ ആയിട്ടുള്ള ബെഡ്സുകളുടെ യൂട്ടിലൈസേഷൻ, ഉപയോഗത്തിന്റെ അളവ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് BOR.
It donates the percentage of beds occupied by the patients in a defined period of time normally a year. അപ്പൊ ഈ DOR നമുക്ക് തരുന്നത് എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നത്? സാധാരണ ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി ഒരു പറഞ്ഞ ഒരു ഇയർ ആണ്, ഒരു വർഷത്തില് ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡുകൾ ഒക്യുപ്പൈഡ് ആണ് എന്നതിന്റെ ശതമാനം നമുക്ക് അതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അതായത് ഒരു വർഷ കാലയളവിൽ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ എത്ര ബെഡുകളുടെ ഒക്യുപ്പൻസി വരുന്നുണ്ട്, മീൻസ് എത്ര പേഷ്യൻസ് അവിടെ വരുന്നുണ്ട് എന്നതിന്റെ ഒരു അളവ് നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ആറാമത്തത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. ഒരു പേഷ്യന്റ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെലവിടേണ്ടി വരുന്ന ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേ കേട്ടോ, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ, മരണനിരക്ക് അറിയാലോ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മരണനിരക്ക്. പിന്നെ എട്ടാമത്തെ പോയിന്റ് നോക്കിയേ, പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്? ആനുപാതിക മാതൃമരണ നിരക്കാണ്. അതാണ് ആനുപാതിക മാതൃമരണ നിരക്ക് എന്ന് പറഞ്ഞാല് അതായത് ഒരു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ആ ടൈമാണ് അല്ലെ, ഒരു റീപ്രൊഡക്റ്റീവ് ഏജ്. ദാറ്റ് മീൻസ് ഒരു 15 വയസ്സ് തൊട്ട് ഒരു 49 വയസ്സ് വരെയുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കുന്ന സ്ത്രീകൾ. അങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര സ്ത്രീകള് മെറ്റേണിറ്റി മൂലം, ദാറ്റ് മീൻസ് പ്രസവം മൂലം മരണപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ആ ഒരു പ്രൊപ്പോർഷൻ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ആനുപാതിക മാതൃമരണ നിരക്ക് എന്ന് പറഞ്ഞാല് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ്, ആ ഒരു ഏജാണ് ഏകദേശം ഞാൻ പറഞ്ഞു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഏജിൽ മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര സ്ത്രീകള് മെറ്റേണിറ്റി മൂലം പ്രസവം മൂലം മരണപ്പെടുന്നുണ്ട് എന്നതിന്റെ ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അഥവാ ആനുപാതിക മാതൃമരണ നിരക്ക്. 9ാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ആനുപാതിക ശിശുമരണ നിരക്കാണ്. ആനുപാതിക ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാല് ഒരു 1000 ലൈവ് ബർത്തിനകത്ത് ഒരു 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് 1 വയസ്സിന് മുന്നേ മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ. ഓക്കെ, ആ ഒരു പ്രൊപ്പോർഷൻ ആണ്. 1000 ജനനങ്ങൾ നടക്കുന്നതില് 1 വയസ്സിന് മുമ്പ്, 1 വയസ്സ് എത്തുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിന്റെ ആ ഒരു റേഷ്യോ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, പെർ 1000 ലൈവ് ബർത്ത് ആണ് കേട്ടോ. 1000 ജനനങ്ങൾ നടക്കുന്നതിൽ എത്ര കുഞ്ഞുങ്ങൾ 1 വയസ്സിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ, ആ ഒരു പ്രൊപ്പോർഷൻ റേഷ്യോ. ഓക്കെ, ഇത്രയാണ് MRD ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പോയിന്റുകൾ കേട്ടോ. അപ്പൊ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്താണ് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള കിടക്കകളുടെ യൂട്ടിലൈസേഷന്റെ ഒരു മെഷർമെന്റ് ആണ് BOR എന്ന് പറയുന്നത് കേട്ടോ, ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. പിന്നെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ മരണനിരക്ക്, പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ആനുപാതിക മാതൃമരണ നിരക്ക്, പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ആനുപാതിക ശിശുമരണ നിരക്ക്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് HRM ആണ് കേട്ടോ. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എംപ്ലോയി. HRM തന്നെ പറയാലോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എംപ്ലോയീസ് അവരുടെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് അല്ലെ. ഒന്നാമത്തെ പോയിന്റ് നോക്കി, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ദാറ്റ് മീൻസ് പെർസെന്റേജ് ആണ് കേട്ടോ, പെർസെന്റേജ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അതായത് ജീവനക്കാരുടെ ആ ഒരു സംതൃപ്തി സൂചിക. ഓക്കെ, പിന്നെ എംപ്ലോയി അട്രീഷൻ റേറ്റ്. അട്രീഷൻ മീൻസ് വേണ്ടാന്ന് വെച്ച് പോകില്ലേ, ജോലി വേണ്ടാന്ന് വെച്ച് പോവാ, അതാണ് ഉദ്ദേശിക്കുന്നത്. അട്രീഷൻ മീൻസ് കൊഴിഞ്ഞു പോക്ക് എന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ ജോലി വേണ്ട മതിയാക്കി പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, റിസൈൻ ചെയ്തൊക്കെ പോകുന്ന ആളുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എംപ്ലോയി അട്രീഷൻ റേറ്റ് കേട്ടോ, അതായത് വേണ്ടാന്ന് വെച്ച് ജോലി വേണ്ടാന്നൊക്കെ വെച്ച് പോകുന്ന എംപ്ലോയീസുകളുടെ ഒക്കെ നിരക്കെടുക്കുക. പിന്നെ മൂന്നാമത്തത് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് ആണ് കേട്ടോ. എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് എന്ന് വെച്ചാൽ ലീവ് എടുക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് വരാതെയൊക്കെ ഇരിക്കുന്ന എംപ്ലോയീസുകൾ, അവരുടെയൊക്കെ നിരക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് 4ാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights, responsibilities and welfare schemes.
എന്താണ് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. അതായത് ഈ ജീവനക്കാരുടെ എംപ്ലോയീസിന്റെ റൈറ്റ്സ്, ജീവനക്കാരുടെ അവകാശങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അവരുടെ സംരക്ഷണ പദ്ധതികൾ, വെൽഫെയർ സ്കീംസ് എന്ന് വെച്ചാൽ അവരുടെ സുരക്ഷാ എന്താ പറയുക സ്കീംസുകൾ എന്നിവയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിവുള്ള എംപ്ലോയീസുകളുടെ ശതമാനം. മനസ്സിലായോ പറഞ്ഞത്? അതായത് എംപ്ലോയീസിന് ഇപ്പൊ അവരുടെ അവകാശങ്ങളെ പറ്റി അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണയുള്ള എംപ്ലോയീസുകളുടെ ശതമാനം. കാര്യം അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എംപ്ലോയീസിന് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ മാക്സിമം കൊടുക്കാൻ പറ്റും. എംപ്ലോയീസിന്റെ ഭാഗത്ത് എംപ്ലോയീസിന് എന്തെങ്കിലും എന്താ പറയാ അവർക്ക് വേണ്ട സഹായങ്ങൾ എന്തെങ്കിലും സപ്പോർട്ടും മറ്റുമൊക്കെ കൊടുക്കുന്നതിന് ഇത് സഹായിക്കും. അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ല. എല്ലാവരും തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പറ്റി അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിവുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരാണ് മുൻനിരയിൽ നിന്ന് എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അവരുടെ അവകാശങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ സംരക്ഷണ എന്താ പറയാ വെൽഫെയർ സ്കീംസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിവുള്ള എംപ്ലോയീസുകളുടെ ശതമാനം, തൊഴിലാളികളുടെ ശതമാനം. പിന്നെ പറയുന്നത് അവര് അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു അസറ്റ് ആണ്. കാര്യം എംപ്ലോയീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരിലൂടെ നമുക്ക് അറിയാനും അതിനനുസരിച്ച് വേണ്ട നടപടിക്രമങ്ങൾ അവർക്കായിട്ട് കൊടുക്കാനും സാധിക്കും കേട്ടോ. പിന്നെ പറയുന്നത് 5ാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. വീണ്ടും ആ വാക്ക് വന്നു, പ്രൊഫൈലാക്സിസ് പ്രിവെൻഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. അതായത് നമുക്കറിയാം ഇപ്പൊ പേഷ്യൻസുമായിട്ട് നേരിട്ട് ഇടപെടുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കില്ല, എംപ്ലോയീസ് ഉണ്ടാവല്ലോ. അപ്പൊ അവരെപ്പോഴും എന്താണ് ചില പ്രതിരോധ നടപടികൾ അവരെടുത്തിരിക്കണം അല്ലെ. കാരണം എന്ത് സംഭവിക്കും, രോഗികളുമായിട്ട് ഇടപെടുമ്പോൾ അവർക്ക് വല്ല അസുഖങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. അവിടെ എംപ്ലോയീസിന്റെ സേഫ്റ്റി നമ്മൾക്ക് നോക്കണം. അതുകൊണ്ട് പ്രീ എക്സ്പോഷർ പ്രിവെൻഷൻ പ്രൊഫൈലാക്സിസ് കൃത്യമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. മനസ്സിലായോ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. രോഗികളുമായിട്ട് നേരിട്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ട്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇവരിന് കൃത്യമായിട്ട് പ്രൊഫൈലാക്സിസ് പ്രിവെൻഷൻ എടുത്തുകൊണ്ട് ഇടപെടുന്ന സ്റ്റാഫുകളുടെയൊക്കെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 10ാമത്തെ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയ പോയിന്റുകള് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഡിസ്ചാർജ് സമ്മറി അല്ലെങ്കിൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്താണ്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അത്രേ ഉള്ളൂ കേട്ടോ. ഡിസ്ചാർജിന് എടുക്കുന്ന സമയം ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഒരു ഡിസ്ചാർജിന് ഫോർമൽ അപ്രൂവൽ കൊടുക്കുന്ന ഒരു ഡോക്ടർ ഒരു ഫോർമൽ അപ്രൂവൽ, ഒരു ഫോർമൽ അനുവാദം കൊടുക്കുന്ന ഒരു ടൈം തൊട്ട് ആ ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ ലീവ് ചെയ്യുന്നത് വരെയുള്ള സമയം, അതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 11ാമത്തെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതിലും 2 പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത പോയിന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ഇതാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഓർ ജനറൽ എക്യുപ്മെന്റ്. എന്താണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ എന്താണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നറിയോ? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് ഇവിടെ ഒരു ഹോസ്പിറ്റലിന്റെ നടപടിക്രമങ്ങൾക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊസീജിയർ ഒക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, അത്തരം എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്യുപ്മെന്റ് ഉണ്ടാവില്ലേ, അതിനെയാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ ടൈം എന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്താണ് പ്രവർത്തനക്ഷമം അല്ലാതിരിക്കുന്നത്, വെച്ചാൽ ഫെയിലിയർ ആവാൻ, ഇപ്പൊ മെയിന്റനൻസിന് വേണ്ടിയിട്ടോ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് കേടുപാടുകൾ വന്നിട്ട് ഈ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് നമുക്ക് അൺഅവൈലബിൾ ആകുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇറ്റ് ഇസ് ദ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് കേട്ടോ. ദ ടൈം പീരീഡ് ഇൻ വിച്ച് ദ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ഇസ് നോട്ട് അവൈലബിൾ. ഈ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിന്റനൻസിനോ റിപ്പയറിങ്ങിനോ വേണ്ടി പോയത് മൂലം നമുക്കത് ലഭ്യമല്ലാതിരിക്കുന്ന, നമുക്കത് അവൈലബിൾ അല്ലാതിരിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ എന്താ പറയാ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ഓക്കെ, മനസ്സിലായോ? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. ഈ എക്യുപ്മെന്റ് എന്തെങ്കിലും
മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടോ നമുക്കത് അവൈലബിൾ അല്ലാതിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. അതിപ്പോ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ജനറൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാം അതിനകത്ത് പെടും കേട്ടോ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് ആണ്. ബ്രാക്കറ്റിൽ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ജനറൽ എക്യുപ്മെന്റ് എല്ലാം പെടുന്നുണ്ട്. എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ, ഓരോ എക്യുപ്മെന്റുകൾ എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ നിരക്ക് കേട്ടോ. അപ്പൊ അതിലൂടെ നമുക്ക് എപ്പോൾ മെയിൻ്റനൻസ് നടത്തണം എന്നുള്ളതൊക്കെ നമുക്ക് അതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മെയിൻ്റനൻസ് അതിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. ഇത്രയുമാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. ഇതിന് വേറെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. സെന്റിനൽ ഇവന്റ് എന്താണെന്ന് പഠിക്കാം, ഇയർ വിസ് എന്താണെന്ന് പഠിക്കാം, പിന്നെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്താണ്, ബുക്സ് റിസീപ്റ്റ് നോട്ട് എന്താണ്, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് എക്സ്ട്രാ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ബാക്കിയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗത്തോട്ട് കിടക്കുകയാണ്. ഇത് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്ത നോക്കാം, എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ട്ടോ. ഇനി ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി, യോഗ്യത എന്തൊക്കെയാണ് കേട്ടോ. യോഗ്യത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അവർ മീറ്റ് ചെയ്തിരിക്കണം, കീപ്പ് ചെയ്തു പോകുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത്തരത്തില് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ, ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത, എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അഥവാ HCO ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ് കേട്ടോ. താഴെ പറയുന്ന റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഇവരതിന് എലിജിബിൾ ആവുള്ളൂ, അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എലിജിബിൾ ആവുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, currently in operation as a healthcare provider, it should be above 50 beds since the hospitals below 50 beds will come under SHCO standards. ഇത് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ എഴുതി വെച്ചേക്കുന്നത് വേറൊന്നുമല്ല. നമ്മൾ NABH സ്റ്റാൻഡേർഡ്സ് പഠിച്ചപ്പോൾ NABH രണ്ടായിട്ട് ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തില്ലേ, ഒന്ന് HCO ഉണ്ട്, മറ്റൊന്ന് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് 50 ബെഡിൽ കൂടുതലോ വരികയാണെങ്കിൽ അത് ഏത് സ്റ്റാൻഡേർഡ് ആണ് മീറ്റ് ചെയ്യേണ്ടത്, HCO സ്റ്റാൻഡേർഡ് ആണ് മീറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞല്ലോ, 50 കൂടുതലോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകൾ ഏത് സ്റ്റാൻഡേർഡുകളാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, HCO സ്റ്റാൻഡേർഡുകൾ വേണം സാറ്റിസ്ഫൈ ചെയ്യാൻ, മീറ്റ് ചെയ്യേണ്ടത്. അതേസമയം ബിലോ 50 ബെഡ്സ് വിൽ കം അണ്ടർ SHCO സ്റ്റാൻഡേർഡ്. അതേസമയം 50 ബെഡുകളിൽ കുറവുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവർ ഏത് സ്റ്റാൻഡേർഡുകളാണ് മീറ്റ് ചെയ്യേണ്ടത്, SHCO സ്റ്റാൻഡേർഡുകളാണ് അവര് മീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പൊ അത് ഒന്നാമത്തെ റിക്വയർമെന്റ് ആണ് കേട്ടോ. അല്ലാണ്ട് HCO ഹോസ്പിറ്റല് അതിന് 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റൽ എടുത്ത് SHCOന്റെ സ്റ്റാൻഡേർഡുകളല്ല ചെയ്യുന്നത്. 50 ബെഡിൽ കൂടുതലുണ്ടോ ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ HCO സ്റ്റാൻഡേർഡുകളാണ് അവര് ഫോളോ ചെയ്യേണ്ടത്. 50 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അത് SHCO സ്റ്റാൻഡേർഡ്സുകളാണ് അവര് ഫോളോ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ എലിജിബിലിറ്റി. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് which will evaluate the quality of care given to the patients, which is presently 30%. 30% എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് പറയുന്നത്, ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് which will evaluate the quality of care given to patients, which is presently 30%. അതായത് നമുക്കൊരു പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി കെയർ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം പേഷ്യൻസ് എത്രയെങ്കിലും ഉണ്ടായിരിക്കണം, 30% മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എങ്കിലും ആ ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ക്വാളിറ്റി കെയർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാല് ഒരു 30% പേഷ്യൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം അത് അല്ലെ. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന് മാത്രമേ നമുക്ക് പേഷ്യന്റിന് കൊടുക്കുന്ന ക്വാളിറ്റി കെയർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. എന്ന് പറഞ്ഞാല് തിരിച്ചു പറയുകയാണെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി കെയർ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞ ഒരു വോളിയം ഓഫ് പേഷ്യൻസ് അവിടെ ഉണ്ടായിരിക്കണം. അത് ഏകദേശം ഒരു പറഞ്ഞത് 30% പേഷ്യൻസ് എങ്കിലും ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ക്വാളിറ്റി കെയർ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ മിനിമം വോളിയം എത്ര വേണം, 30% എങ്കിലും ഉണ്ടായിരിക്കണം. അത് രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്,
the organization that commits to abide by NABH standards and applicable legal or statutory regulatory requirements. അതുകൂടാതെ നമ്മുടെ ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും NABH സ്റ്റാൻഡേർഡുകളും അതോടൊപ്പം തന്നെ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. അല്ലെ? നമുക്കറിയാലോ NABH സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് അവര് മീറ്റപ്പ് ചെയ്തിരിക്കണം. NABH സ്റ്റാൻഡേർഡ് മാത്രം അവര് ഫോളോ ചെയ്താൽ മതി, പോരാ. കൃത്യമായിട്ടുള്ള ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അതായത് നമ്മുടെ ലോകള് കൃത്യമായിട്ടുള്ള ലീഗൽ എന്താ പറയാ റിക്വയർമെന്റ്സുകളും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന് മാത്രമേ അക്രഡിറ്റേഷനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കൂ. മനസ്സിലായല്ലോ? NABH സ്റ്റാൻഡേർഡുകളും അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിരിക്കണം. അതോടൊപ്പം കൃത്യമായിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സ്, അതായത് ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെന്റ്സും അവർ പാലിച്ചിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ ഈ പറയുന്ന അക്രഡിറ്റേഷന് എലിജിബിൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് ഇതാണ്. ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഇംപ്ലിമെന്റഡ് NABH standards in the HCO for a minimum of 3 months. മിനിമം ഓഫ് 3 months എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. 3 months 3 മാസം കേട്ടോ. എന്താ പറയുന്നത്? അതായത് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കുറഞ്ഞത് 3 മാസമെങ്കിലും, കുറഞ്ഞത് ഒരു 3 months എങ്കിലും അത് NABH സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായിട്ടും അവിടെ നടപ്പിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ 4 പോയിന്റുകൾ ഓർക്കാനുള്ളൂ. ഒന്നാമത്തത് 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് HCO സ്റ്റാൻഡേർഡുകൾ മീറ്റപ്പ് ചെയ്തിരിക്കണം. ഇനി 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് SHCO സ്റ്റാൻഡേർഡ്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകളാണ് എന്ത് ചെയ്യേണ്ടത്, അതാണ് അവർ ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി കെയർ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. അത് ഏകദേശം ഇവർ പറയുന്നത് 30% എങ്കിലും പേഷ്യൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ക്വാളിറ്റി കെയർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും NABHന്റെ സ്റ്റാൻഡേർഡുകളും കൃത്യമായിട്ടുള്ള ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി സ്റ്റാൻഡേർഡുകൾ, ദാറ്റ് മീൻസ് അത്തരം റിക്വയർമെന്റ്സുകളും അവർ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അങ്ങനെ പാലിക്കുന്നുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അക്രഡിറ്റേഷൻ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നാലാമത് നമ്മൾ പറഞ്ഞത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ NABH സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. കുറഞ്ഞത് 3 മാസമെങ്കിലും ഈ പറയുന്ന NABH സ്റ്റാൻഡേർഡുകളുടെ കൃത്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റലില് നടപ്പിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് എന്തിനു വേണ്ടി അപ്ലൈ ചെയ്യാം, അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി നോക്കൂ, these standards are to be used by the whole organization and not for a certain service within the organization. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ NABH സ്റ്റാൻഡേർഡുകൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഫുൾ ഓർഗനൈസേഷൻ, ആ മൊത്തമായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ഫുള്ളായിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആണ്. അല്ലാണ്ട് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും 1-2 ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം ഫോളോ ചെയ്തത് കൊണ്ട് അക്രഡിറ്റേഷൻ കിട്ടില്ല. മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡുകളും എന്ത് ചെയ്തിരിക്കണം, അത് പാലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിൽ 24 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിനൊരു 10-12 ഡിപ്പാർട്ട്മെന്റ് NABH സ്റ്റാൻഡേർഡ് ഓക്കെയാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 24 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 24 അത് കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിരിക്കണം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. The standards are to be used by the whole organization and not for a certain service within the organization. ഇനി നോക്കിയേ, ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആർ ഈക്വലി ആപ്ലിക്കബിൾ ടു ഓൾ സർവീസസ് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അറിയാമല്ലോ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ എല്ലാ സേവനങ്ങൾക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആണ് കേട്ടോ. സെയിം കാര്യം തന്നെ പറഞ്ഞു, എല്ലാ മേഖലകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്തിരിക്കണം. ഇനി നോക്കൂ, ഒരു NABHന്റെ സർട്ടിഫിക്കേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മിക്ക ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു ഔട്ട് പേഷ്യന്റ്, നമ്മൾ OP-ലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ആ പേഷ്യൻസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ വലിയ കൊടുത്തിട്ടുള്ളത് ഇനി കാണും കേട്ടോ. നിങ്ങൾ ഇനി ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലത്തെ ഒരു സംഭവം ഇനി അവിടെ കാണാൻ പറ്റും കേട്ടോ. NABH അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലുകൾക്ക്
ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ NABHന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഫോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, NABHന്റെ ഫുൾ ഫോം ആണ് ഇത്. വന്നിട്ട് എന്താണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, നമ്മൾ പഠിച്ചതാണല്ലോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ്. സർട്ടിഫിക്കറ്റ്, ഏത് സർട്ടിഫിക്കറ്റ് വായിക്കാൻ കൂടി പറ്റുന്നത് കേട്ടോ. നോക്കിക്കേ, ഇതില് മംഗള ഹോസ്പിറ്റലിന് കൊടുത്ത ഒരു സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അവിടെ മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, കത്രി റോഡ്, മാംഗ്ലൂരു, കർണാടക, അവിടുത്തെ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ളൊരു NABH സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോമാണ് അവിടെ കൊടുത്തേക്കുന്നത്. എൻട്രി ലെവലിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഈ ആരോ പോയിരിക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ, എൻട്രി ലെവൽ ഉണ്ട്, പല ഘട്ടങ്ങളുണ്ട്. എൻട്രി ലെവൽ ഉണ്ട്, പ്രോഗ്രസീവ് ലെവൽ ഉണ്ട്, ഫൈനൽ അക്രഡിറ്റേഷൻ ലെവൽ ഉണ്ട്. ഇവർക്ക് കിട്ടിയേക്കുന്നത്, മംഗള ഹോസ്പിറ്റലിന് കിട്ടിയേക്കുന്നത് എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. ദാറ്റ് മീൻസ് പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവലാണ് സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കൂ. ഇറ്റ് ഹാസ് ബീൻ അസസ്ഡ് ആൻഡ് ഫൗണ്ടഡ് ടു കംപ്ലൈ വിത്ത് NABH പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ hospital requirements. This certificate is valid for the scope as specified in the annexure, subject to the continued compliance within the എൻട്രി ലെവൽ റിക്വയർമെന്റ്സ് കേട്ടോ. ഒരു സർട്ടിഫിക്കേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു സൈൻ അതിനകത്ത് കാണാം. ഓക്കെ, ഇതൊരു സർട്ടിഫിക്കേഷൻ മോഡലാണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, അപ്പൊ കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ച കാര്യങ്ങള് ക്വാളിറ്റി അഷുറൻസ് NABHനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കുറെ ടേമുകൾ നമ്മൾ തുടക്കം തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി അഷുറൻസ് എന്താണ്, കോൺഫിഡൻസ് തരുന്ന എന്താണോ അതാണ് ക്വാളിറ്റി അഷുറൻസ് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ കൺഫ്യൂസ്ഡ് ആണ് ചില ഭാഗങ്ങൾ, പക്ഷെ ഞാൻ പറഞ്ഞ കീവേഡ് നോക്കി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണ്, ഓക്കെ, ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇറ്റ് ഈസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇതൊരു നോൺ കമ്പൽസറി ആണ്, എന്നൊക്കെ നമ്മൾ കുറെ അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു. പിന്നെ NABH അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു അല്ലെ. സ്റ്റാഫിനുള്ള ബെനിഫിറ്റ്, പേഷ്യന്റിനുള്ള ബെനിഫിറ്റ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് ഹോസ്പിറ്റലിന് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് NABHന്റെ എത്രയാ പറഞ്ഞത്, 100 സ്റ്റാൻഡേർഡുകൾ ഓർമ്മയുണ്ടല്ലോ. 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 സ്റ്റാൻഡേർഡുകൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ NABH അക്രഡിറ്റേഷന് വേണ്ട റിക്വയർമെന്റുകൾ 10 റിക്വയർമെന്റ് ഉണ്ട്. ഒന്ന് മാനുവല്, കമ്മിറ്റി, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, പിന്നെ കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ എന്തൊക്കെയാണ്, ഒരു അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. ഇത്രയും കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 4th മൊഡ്യൂളിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളത്. എനിക്ക് തന്നിരിക്കുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്, പിന്നെ എന്താണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതും. ഓക്കെ, ഇത്രയും ചാപ്റ്ററുകളാണ് അവിടെ എടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, കൂടുതൽ ക്ലാസ് എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. സെവൻത് ചാപ്റ്ററിന്റെ പേരൊന്ന് പറയാമോ? 7th ചാപ്റ്ററിന്റെ പേരൊന്ന് പറയാമോ? എനിക്കിനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുക്കാറുണ്ട്, പിന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇത്രയും ചാപ്റ്റേഴ്സിനാണ്. ഇത് 3 വരുന്നത് 4th മൊഡ്യൂളിലാണ് കേട്ടോ. അല്ലല്ല, ഡിസാസ്റ്റർ എന്റേതാണ് കേട്ടോ. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേറെ മിസ്സാണ് പോകുമ്പോൾ. എനിക്ക് അസൈൻ ചെയ്ത് തന്നത്, ട്രീസ മിസ്സിന് അസൈൻ ചെയ്ത് കൊടുത്ത ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മിസ്സിന് തന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയിരുന്നു, അപ്പൊ ഞാൻ കണ്ടത് ഓക്കെ ആതിര മിസ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ആതിര മിസ് ആയിരിക്കും കേട്ടോ എടുക്കുന്നുണ്ടാവാം. എനിക്ക് എടുക്കാനുള്ള ചാപ്റ്റർ മെഡിക്കൽ എക്യുപ്മെന്റ്, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, 4th മൊഡ്യൂൾ. ഇത്രയാണ് എനിക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ ആണ്.
ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സുകളൊക്കെ നടത്താം. ഓക്കെ, ശരി. അപ്പൊ ശരിയാണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.